മാന്യ പ്രേക്ഷകർക്ക് ഹൃദയാക്ഷരങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ക്രൈസ്തവ സാഹിത്യ മേഖലയിൽ കയ്യൊപ്പ് പതിപ്പിച്ച എഴുത്തുകാർ അവരുടെ ഓരോ സൃഷ്ടിയും ഉടലെടുക്കുന്നതിന് നൽകിയ സമർപ്പണം, അവർ കഴിച്ച പ്രാർത്ഥന, അവർക്ക് നേരിടേണ്ടി വന്ന വിവിധങ്ങളായ സാഹചര്യങ്ങൾ, ഒടുവിൽ ഒരു സൃഷ്ടിയായി അത് കൈകളിൽ എത്തുമ്പോഴുള്ള സായുജ്യം, ഇവയൊക്കെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണ് ഈ പ്രോഗ്രാമിലൂടെ. ക്രൈസ്തവ കൈരളിയുടെ അനുഗ്രഹീത എഴുത്തുകാരൻ ജോൺ എൽസദായി സാറാണ് ഇന്ന് നമ്മുടെ അതിഥി. പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലാത്ത വായനക്കാരുടെ മനസ്സറിഞ്ഞ എഴുത്തുകാരൻ, അരിഞ്ഞ പുൽപ്പുറങ്ങളിൽ പെയ്തിറങ്ങുന്ന പുലർകാല മഞ്ഞുപോലെ ആർദ്രമായ വാക്കുകൾ കൊണ്ട് ഹൃദയത്തെ തണുപ്പിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട തൂലികയുടെ ഉടമ. ഇണക്കിളികളെപ്പോലെ ഒരുമിച്ച് ജീവിക്കുന്നതിനിടയിൽ ഏറ്റവും പ്രിയപ്പെട്ടവൾ കൂടൊഴിഞ്ഞു പോയിട്ടും തനിക്ക് മുന്നിൽ സർഗവാസനയുടെ കൂട് തുറന്നിട്ട സർവശക്തൻ ആ തൂലികയിലൂടെ പുതിയ സൃഷ്ടികൾ ജന്മം കൊള്ളാൻ കൃപ പകർന്ന അഭിഷിക്തൻ. സർ, അങ്ങയുടെ കാലത്ത് ജീവിക്കുവാൻ ഭാഗ്യം ലഭിച്ചതിൽ കൃതാർത്ഥതയോടെ നമ്മുടെ പ്രേക്ഷകർക്കായി അങ്ങയെ സ്വാഗതം ചെയ്യുന്നു. സാറേ, പ്രൈസ് ലോർഡ്. 2000 ആണ്ടിൽ ഞാൻ ഇന്ത്യ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന സമയം 2003 ജോയിൻ ചെയ്യുന്നത്. ഒന്നാമത്തെ വർഷം അവിടെ ഒരു പ്രസംഗ മത്സരം നടന്നു. 3-ാം വർഷം പഠിച്ച് ഫൈനൽ ഇയേഴ്സിന് പഠിക്കുന്ന, ഗ്രാജുവേറ്റ് ചെയ്യാൻ പോകുന്ന ബൈബിൾ കോളേജിലെ അച്ചാച്ചന്മാരുമായിട്ടാണ് മത്സരം. അപ്പം എന്നെ ബൈബിൾ കോളേജിലെ എൻ്റെ ക്ലാസ്സിലെ സ്റ്റുഡൻസ് എല്ലാം എന്നെ നിർബന്ധിച്ച് അവർ പേര് കൊടുത്തു. അങ്ങനെ ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു പെട്ടുപോയ അനുഭവമായിരുന്നു. ഏതായാലും കർത്താവ് ഉപയോഗിച്ചു. ആ മത്സരത്തിൽ എനിക്ക് 1-ാം സമ്മാനം കിട്ടി. 5 മിനിറ്റ് മുമ്പ് വിഷയം തരും. 5 മിനിറ്റ് പ്രസൻറ്റ് ചെയ്യണം. അതിനകത്ത് ആപ്ലിക്കേഷൻ ബൈബിൾ കോളേജിലെ നിയമങ്ങളാണ്. ഏതായാലും അന്ന് എനിക്ക് അതിനകത്ത് 1-ാം സമ്മാനം കിട്ടി. ആ 1-ാം സമ്മാനം കിട്ടിയപ്പോൾ എനിക്ക് അതിന് ഗിഫ്റ്റായിട്ട് കിട്ടിയത് ഒരു ബുക്കാണ്. ഞാനത് കവർ പേജ് ഉണ്ടായിരുന്നു. അവിടെ വെച്ച് തന്നെ തുറന്നു നോക്കി. പാരിൽ പരദേശി യാക്കോബ്. അപ്പോൾ ജോൺ എൽസദായി. സാധാരണ ഞാൻ ആദ്യമാണ് ആ പേര് കാണുന്നത്. 2003 വീട്ടിൽ വന്നു. വെറുതെ അതിൻ്റെ ഒരു പേജ് ഒന്ന്, ഇൻട്രൊഡക്ഷൻ ഒന്ന് വായിച്ച് നോക്കി. ഇപ്പോൾ അല്പം ടച്ചിങ് ആയിട്ട് തോന്നി. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ 5 തവണ ഞാൻ ആ ബുക്ക് വായിച്ച് പൂർത്തീകരിച്ചു. 5 തവണ. അത് ജോൺ എൽസദായിസ് എന്ന പേര്, അതിനേക്കാളുപരി അതിനകത്ത് മലയാളികൾക്കാർക്കും പരിചയപ്പെടുത്താൻ ആവശ്യമില്ലാത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു തൂലികയുടെ ഉടമയായിരുന്നു സാറെന്നും, എന്തെങ്കിലും ജീവകാലത്തൊരിക്കൽ സാറിനെ കാണാൻ പറ്റുമോ, അന്വേഷിച്ചിട്ടൊന്നും ആർക്കും അറിയില്ല ഇങ്ങനെ ഒരാൾ എവിടെയാണെന്ന്. എന്നാൽ ഇന്ന് നമുക്ക് ഇങ്ങനെ മുഖതാവിൽ നമ്മുടെ പ്രേക്ഷകരുമായി അല്പ ചിന്തകൾ പങ്കുവെക്കാൻ ഇങ്ങനെ ഒരു അവസരം ദൈവം തന്നു. കഴിഞ്ഞ കാല ജീവിതത്തിൽ സാറ് കടന്നു വന്ന ഒത്തിരി ജീവിതാനുഭവങ്ങളുണ്ട്. എന്താണെങ്കിലും തൂലിക കൊണ്ട് ഹൃദയത്തിൽ പോറലേൽപ്പിക്കാൻ കഴിയുന്ന അധികം എഴുത്തുകാർ ആ മേഖലയിൽ ഇല്ലാത്ത ഒരവകാശം തന്നെയാണ് ഞങ്ങൾ വായനക്കാർ സാറിന് നൽകുന്നത്. എങ്ങനെയാണ് ഈ എഴുത്തിൻ്റെ വഴിയിലേക്ക് തിരിഞ്ഞത്? എൻ്റെ ഒരല്പം ജീവചരിത്രം സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് കുഴപ്പമില്ലല്ലോ? ഒരു കുഴപ്പമില്ല. നമ്മുടെ പ്രേക്ഷകർ അത് അറിയാൻ താല്പര്യപ്പെടുന്നുണ്ട്. ഞാനൊരു ഓർത്തഡോക്സ് യാക്കോബായ ഫാമിലിയിലാണ് ജനിച്ചു വളർത്തപ്പെട്ട്. യാക്കോബായ ആ സാമുദായിക വിശ്വാസത്തിൽ സന്തോഷമായിട്ട് ജീവിച്ചു പോകുന്നു. പക്ഷേ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ പിതാവ് ഞങ്ങളെ വിട്ടുപോയി. പിന്നെ മാതാവ് വളർത്തു, ഞാനും എൻ്റെ ജ്യേഷ്ഠനും. അപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞാൻ പഠനത്തിന് ശേഷം ബോംബെയിൽ ചെന്നു. പക്ഷെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് എഴുതാനൊക്കെ ഉള്ളതായ ഇതുണ്ടായിരുന്നു. അതിൻ്റെ പിന്നിലൊരു കാരണമെന്ന് പറയുന്നത് എൻ്റെ പിതാവ് ഒരു എഴുത്തുകാരനാണ്, അറിയപ്പെടാത്തൊരു എഴുത്തുകാരനായിരുന്നു. പ്രസിദ്ധീകരിക്കാത്ത അനേക ലേഖനങ്ങളും ബുക്കുകളൊക്കെ എഴുതിയ
മനുഷ്യൻ. അന്നത്തെ ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് തനിക്ക് പ്രസിദ്ധീകരിക്കാൻ സാമ്പത്തിക സ്രോതസ് ഇല്ലാത്തതുകൊണ്ട് താൻ ബുക്ക് എഴുതി തൻ്റെ കൂട്ടുകാരുടെ പേരിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ശരി. അതിൽ കോപ്പികൾ ഇപ്പോഴും പഴയ സീലസിൻ്റെ ബുക്ക് സ്റ്റോളിൽ പക്ഷേ കണ്ടേക്കാം. സങ്കീർത്തന ഭാഷ്യം, ശൂല്യങ്കാരി ഉത്തമഗീതത്തിൻ്റെ ആഖ്യാനം, ഈ വക കാര്യങ്ങളൊക്കെ എൻ്റെ ഫാദർ, ഞങ്ങളച്ഛൻ വിളിക്കും, ഡാഡി എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വാസന ഒരുപക്ഷെ രക്തത്തിലുണ്ടായിരുന്നിരിക്കണം, ആ ഒരു ചിന്ത. പിന്നെ ബോംബെയിൽ വന്നു. അപ്പം കോളേജ് വെച്ച് എഴുതിയതൊന്നും പ്രസിദ്ധീകരിച്ചിട്ടില്ല, വെറുതെ അങ്ങനെ പോയെന്നുള്ളത്. ബോംബെയിൽ വന്നു. ബോംബെയിൽ 76 ഞാൻ രക്ഷാനിർണയം പ്രാപിക്കുന്നത്. സത്യവിശ്വാസം സ്വീകരിച്ച്, വിശ്വാസ സ്നാനം സ്വീകരിച്ചൊരു സുവിശേഷ ഉപദേശങ്ങൾ ഉൾക്കൊള്ളുന്നതായ ഒരു സഭയുടെ അംഗമായിട്ട് തിരുവനന്തപുരം സഹായിച്ചു. 78 ഞാൻ ബഹ്റിനിലേക്ക് ജോലി ലഭിച്ചിട്ട് എനിക്ക് പോകാനിടയായി. 78, 79, 80 പകുതി വരെ ഞാൻ ബഹ്റിനുണ്ടായിരുന്നു. അന്നൊക്കെ എഴുതണമെന്നൊക്കെയുള്ള ചിന്തയുണ്ട്, പക്ഷെ അതൊക്കെ എൻ്റെ ചെറുപ്പമല്ലേ. പിന്നെ ഇതിനെക്കുറിച്ച് പകുതി ലോകം, പകുതി ജീവനം, പകുതി മനുഷ്യൻ എന്നുള്ള നിലയിൽ എൻ്റെ ആത്മജീവിതവും അങ്ങനെ തന്നെയായിരുന്നു. ഒരു പൂർണ്ണ കമ്മിറ്റഡ് ലൈഫിലേക്കൊന്നും അന്ന് ഞാൻ തിരിഞ്ഞിരുന്നില്ല. പിന്നെ എൻ്റെ വിവാഹം 80 കഴിഞ്ഞു. 81 ഞാൻ സൗദി അറേബ്യയിൽ പോയി. ഭാര്യ ആരാംകോയിൽ നേഴ്സായിരുന്നു. അതുകൊണ്ട് 81 ഞാൻ സൗദി അറേബ്യയിൽ പോയി. ഏകദേശം 12 വർഷത്തോളം സൗദി അറേബ്യയിലുണ്ടായിരുന്നു. ആരാംകോയിൽ വൈഫ് ആരാംകോയിൽ. ഞാനൊരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി. സാർ അക്കൗണ്ടൻ്റായിട്ട് ഒരു ഷിപ്പിംഗ് കമ്പനിയിൽ എനിക്ക് അക്കൗണ്ടൻ്റായിട്ട് ജോലി കിട്ടി. 5 വർഷം ദമാമിൽ ജോലി ചെയ്തു. അവിടുന്ന് പിന്നെ ആ കമ്പനി ട്രാൻസ്ഫർ ആയിട്ട് അവരുടെ ഹെഡ് ഓഫീസ് ജിദ്ദയ്ക്ക് മാറ്റിക്കൊണ്ട് ഞാൻ ജിദ്ദയിൽ പോയി. ജിദ്ദയിലൊക്കെ ആയപ്പോഴത്തേക്ക് ആത്മീയമായിട്ട് വളരാൻ സഹായിച്ചു. അവിടെ സൗദി അറേബ്യയിൽ മതവിവർത്തനവും ബൈബിൾ പോലും കൈകൊണ്ട് നടക്കാൻ പറ്റാത്തൊരു കാലഘട്ടമായിരുന്നു. എയർപോർട്ടിൽ നമ്മുടെ പെട്ടിക്കകത്തിൽ ബൈബിൾ എടുത്ത് വെളിയിൽ കളയുക, ബൈബിളെ ചവിട്ടിക്കുക, ഇതൊക്കെ അന്നത്തെ കാലത്തെ ആൾക്കാരെ കൊണ്ട് അവർ ചെയ്യിച്ചിട്ടുണ്ട്. ആ ഒരു സമയം ആയപ്പോഴും പിന്നെ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തന്നെ അവിടുത്തെ പിന്നെ ഈ ആരാധന മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സഹോദരന്മാരായിരുന്നു. അപ്പോൾ എനിക്ക് അവസരങ്ങൾ ലഭിക്കുമായിരുന്നു ദൈവവചനം ശുശ്രൂഷിക്കാനും മറ്റുള്ള കാര്യങ്ങളും. അപ്പോൾ ഒരു പ്രാവശ്യം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് എന്തെങ്കിലും ഒന്ന് പറയണമല്ലോ, അവിടെ എന്തെങ്കിലും പറയുന്നൊരു സന്തോഷമാണ്. 5 മിനിറ്റ് എണ്ണിച്ച് എന്തെങ്കിലും പറയുക. കാരണം അവിടെ ആരും ഇല്ലല്ലോ, പാസ്റ്റർമാർ നിയന്ത്രിക്കാൻ നമ്മൾ തന്നെയല്ല അവരുടെ. അപ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെ എനിക്ക് അന്നത്തെ സങ്കീർത്തനം വായിച്ചത് ഒരു ബ്രദറായിരുന്നു. പുള്ളി സങ്കീർത്തനം വായിച്ചു കഴിഞ്ഞപ്പോൾ അതിനകത്ത് നിന്റെ നാമം ശാശ്വതമായും നിന്റെ ജ്ഞാപകം തലമുറയായിരിക്കുന്ന 135 സങ്കീർത്തനത്തിൽ നിന്നൊരു ഭാഗം. അന്നേരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നിൽ എന്തോ ഹേമിക്കാനാണ് തുടങ്ങി. ഇതിൽ നിന്നൊരു വാക്ക് എന്താ സംസാരിച്ചാലെന്ന് തോന്നി. ആ ഭാഗം തന്നെ എടുത്തിട്ട് ഞാനതൊരു 5 മിനിറ്റ് സംസാരിച്ചു. അതൊരു വളരെ ഹൃദ്യമായിരുന്നു. ആൾക്കാരത് ഉൾക്കൊണ്ടു. ഭയങ്കര റെസ്പോണ്ടിങ് ആയിരുന്നു. ചിലരവിടുന്ന് കരയുന്നത് ഞാൻ കണ്ടു. അപ്പോൾ അത് കഴിഞ്ഞ് വന്ന് എല്ലാവരും എനിക്ക് കൈ തന്നു. ഇത് വളരെ നന്നായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ ഏതെങ്കിലും നിലയിൽ ദൈവം ഇങ്ങനെ ഗൈഡ് ചെയ്യുന്നുണ്ട്. അന്ന് ബൈബിൾ കോളേജിലൊന്നും പഠിച്ചിട്ടില്ല, വലിയ അങ്ങനെ ഒന്നുമില്ല. സെക്കുലർ വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ. മറ്റ് എഡ്യൂക്കേഷണൽ പിന്നെ ബിബ്ലിക്കൽ ക്വാളിഫിക്കേഷൻ ഒന്നുമില്ല. ബൈബിൾ വായിച്ചുള്ള പരിചയം ഞാനും മാത്രമേ ഉള്ളൂ. അങ്ങനെ ആ സമയമായപ്പോൾ കഴിഞ്ഞപ്പോൾ അന്ന് ഇപ്പം പിന്നെ ഞാൻ ഓരോ ആഴ്ച ഓരോന്ന് ഇങ്ങനെ ചിന്തിച്ച് ധ്യാനിച്ച് പറയാൻ തുടങ്ങി കഴിയുമ്പോൾ രാത്രി ഞാൻ കിടന്നുറങ്ങുമ്പോൾ എനിക്ക് നല്ല ചിന്തകൾ വരാൻ തുടങ്ങി. അത് ഞാൻ ചിലപ്പോൾ എഴുതത്തില്ല. അന്ന് നല്ല ഓർമ്മയാണെന്ന് കണ്ടു. എണ്ണിച്ച് ഇന്ന് അടുത്ത എല്ലാ വെള്ളിയാഴ്ചയും അവിടെ ആരാധന നടക്കുന്നത്. ശുശ്രൂഷിക്കാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇടയായി കഴിഞ്ഞപ്പോൾ പിന്നെ അത് നന്നായിട്ട് നല്ലപോലെ അത് പെർഫോം ചെയ്യുന്ന രീതിയിൽ പിന്നെ ശുശ്രൂഷ ദൈവം എനിക്ക് തന്നു കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. ആരെങ്കിലും സങ്കീർത്തനം വായിച്ചു കഴിഞ്ഞാൽ ഉടനെ അതിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും പറയാനുള്ള ക്ഷിപ്രമായിട്ട് അവിടെ ഇരിക്കുന്നിടത്ത് തന്നെ ഒരു 20 മിനിറ്റുള്ളിൽ എനിക്ക് ദൂത് ലഭിക്കാൻ തക്കോളാൻ തുടങ്ങി. ഈ യോബിൻ്റെ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, പാറ എനിക്ക് തൈല നദികളെ ഒഴുക്കി തന്നു, അല്ലേ? അപ്പം അങ്ങനെ ഒരു ഒഴുക്ക് ഉണ്ട്, കിട്ടി. ഞാൻ 1/2 ഒരാളുടെ സങ്കീർത്തനം വായിച്ച് ചിരിക്കുന്നുണ്ടെ സാക്ഷ്യത്തിനുള്ള സമയമുണ്ട് അവിടെ. അന്നത്തെ എല്ലാവരും സാക്ഷ്യം പറഞ്ഞ നിർബന്ധം. ആ സമയത്ത് എന്തെങ്കിലും പറയാൻ നമുക്ക് അവസരം. അന്നേരം എനിക്ക് നല്ല ഒരു പിന്നെ ഡിവൈൻ ഇൻസ്പിറേഷൻ എനിക്ക് ലഭിക്കുമ്പോൾ കണ്ടുകൊണ്ടേയായി. അങ്ങനെ ഞാൻ പിന്നെ എല്ലാ ആഴ്ചകളിലും സമയം ലഭിക്കുമ്പോഴൊക്കെ അന്ന്
എഴുത്ത് തുടങ്ങിയിട്ടില്ല. എഴുത്തൊന്നും തുടങ്ങിയിട്ടില്ല. ഓക്കെ. ഈ മെസ്സേജസ് പറയാനൊക്കെ ഉണ്ട്. മെസ്സേജസ് പറയാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ അബ്രഹാമിനെ കുറിച്ച് സംസാരിച്ചപ്പം ഒരു പ്രാവശ്യം 12 ദൂത് അബ്രഹാമിനെ കുറിച്ച് തന്നെ അബ്രഹാമിൻ്റെ ചരിത്രവും ആ ഒരു പിന്നെ ഉൽപ്പത്തി 12 മുതൽ 22 വരെയുള്ള ഭാഗങ്ങൾ, 23 വരെയുള്ള ഭാഗങ്ങളിൽ നിന്ന് 12 ദൂത് പല പ്രാവശ്യമായിട്ട് ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ ഒരു സ്നേഹിതനുണ്ടായിരുന്നു, ബാബു തോമസ് എന്ന് പറയും. ഇപ്പോൾ അദ്ദേഹം മെംഫിസിലാണ്. അദ്ദേഹം പാസ്റ്ററാണ്. അദ്ദേഹം ഒരു എഴുത്തുകാരനായിരുന്നു. ഗുഡ് ന്യൂസിൽ പലപ്പോഴും ലേഖനങ്ങൾ എഴുതുകയും അതുപോലെ തന്നെ കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം പറഞ്ഞു, അച്ഛൻ ഒരു കാര്യം ചെയ്യും, എന്തുകൊണ്ട് ഒന്ന് എഴുതിക്കൂടാ? അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ സീരീസ് ഓഫ് മെസ്സേജസ്, ഒരു കഥ പോലെ. അപ്പം ഞാനും ചിന്തിച്ചു, ഈ എഴുതാനുള്ളതായ ഒരു ഉൾക്കാഴ്ച ഉള്ളിലുണ്ട്. അത് കൂടാതെ തന്നെ എഴുതാനുള്ളതായ എന്തോ ഒരു കൃപ. ഞാൻ എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെന്നുള്ള എനിക്ക് തന്നെ ഒരു ഫീലിംഗ് ഉണ്ടായി തുടങ്ങി. അങ്ങനെ ഞാൻ 89 ആദ്യത്തെ പുസ്തകം ഇതാ ഭൂമിയിലെ വിശുദ്ധന്മാർ എന്നത് ഒന്നാമത്തെ പുസ്തകം, അബ്രഹാമിനെ കുറിച്ച് ആദ്യത്തെ പുസ്തകം. കാണാൻ പോലും കിട്ടിയിട്ടില്ല. അത് ഗുഡ് ന്യൂസ് പബ്ലിക്കേഷൻ, അവരുടെ 14ാമത്തെ പബ്ലിക്കേഷൻ ആയിരുന്നു. അവരത് VJT ഹാളിൽ വെച്ച് പരസ്യമായിട്ട് പ്രകാശനം ചെയ്തു. ഇന്നത്തെ നമ്മുടെ വലിയ കർത്താവിൻ്റെ പാസ്റ്റർ PM ഫിലിപ്പ്, ചാക്കോ സാറ്, ഇവർ എന്നറിയ എൽസാമ്, ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ദൈവദാസന്മാർ, എഴുത്തുകാരെല്ലാം അന്ന് അതിനകത്ത് അത് പ്രകാശനത്തിന് സന്നിധനാണ്. ആ ബുക്കിന് അത്ര ഇതായിരുന്നു. ഇതാ ഭൂമിയിലെ വിശുദ്ധന്മാർ. ആ പുസ്തകം ആദ്യത്തെ 152-155 പേരുള്ള ചെറിയൊരു പുസ്തകമാണ്. ഞാനോ പറയണം, ഇതാ ഭൂമിയിലെ വിശുദ്ധന്മാർ, നെബോയുടെ ഉയരങ്ങളിൽ അനശ്വരത തേടുന്നവർ, സനാതന കൂടാരങ്ങൾ, പിന്നെ നസ്രായന്റെ നാമത്തിൽ ഒരു എവക്കൊയ്ത്ത് കാലത്ത് എന്റെ പ്രദേശ പ്രയാണം, മൂറിൻ മലയുടെ 13ാമത്തെ. ഞാൻ ഓർത്തിരിക്കുന്ന എനിക്കറിയാവുന്ന സാറിന്റെ ബുക്കുകളാണ്. മൊത്തം എത്ര ബുക്ക് എഴുതിയിട്ടുണ്ട്? ഇപ്പൊ ഈ ഡിസംബറിൽ ഒന്ന് പ്രസിദ്ധീകരിക്കാൻ പോകുന്നത് ഉൾപ്പെടെ 15 പുസ്തകം നമ്മൾ അതിലേക്ക് വരുന്നുണ്ട്. മൊത്തം ഇപ്പൊ 14 എഴുതി. അതിൽ ഇംഗ്ലീഷുണ്ടോ? അതിൽ ഒരു ഇംഗ്ലീഷുണ്ട്, 2 കന്നഡ തർജ്ജമയുണ്ട്, ബാക്കി മലയാളമാണ്. കന്നഡയിലേക്ക് അത് ഏത് ബുക്കാ? അത് ബുക്ക് ഞാനോ കുറയണം, ഭൂമിയിലെ വിശുദ്ധന്മാര്, ഇത് 2 കന്നഡയിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ 7ാമത്തെ ബുക്ക് ഇംഗ്ലീഷ് ബുക്ക് അമേരിക്കയിൽ പബ്ലിഷ് ചെയ്ത ഇൻ ദ ലാൻഡ് ഓഫ് സോജേണേഴ്സ്. അത് ആമസോണിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. 2008 പ്രസിദ്ധീകരിച്ച പുസ്തകം. സാറേ, ഈ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ കേട്ട ഒരു കഥയാണ് ഈ ചതിയൻ ചന്തു. ചന്തു ചതിച്ച ചതി കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ചന്തുവിനൊരു പരിവേഷം എന്ന് പറയുന്നത് ചതിയനാണ്. അപ്പൊ അത് കഥകൾ, അങ്ങനെ പാട്ടുകൾ ഒക്കെ എല്ലാ മലയാളികളുടെയും മനസ്സിൽ ചന്തു എന്ന് പറയുന്ന കഥാപാത്രം ഏറ്റവും കൊടിയ ചതിയനായിട്ടാണ്. എന്നാൽ MD വാസുദേവൻ നായർ സാർ, അദ്ദേഹം ഒരു ചന്തുവിനെ കുറിച്ചൊരു പുസ്തകം, അത് പിന്നീട് സിനിമയായി, വടക്കൻ വീരഗാഥ. അതിനകത്ത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡയലോഗുണ്ട്. അത് ഈ മിമിക്രിക്കാർക്ക്, ഞാൻ ഈ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് ഇന്നും മിമിക്രിയൊക്കെ അവതരിപ്പിക്കുന്നവർ എടുത്തുപയോഗിക്കുന്ന ഒരു ഡയലോഗാണ്. ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ, നിങ്ങൾ എന്തൊക്കെയാ കേട്ടിരിക്കുന്നത്. ഈ അവർ പറയുന്ന ഒരു കാര്യമുണ്ട് അതിനകത്തെ ഡയലോഗ്. നമ്മൾ ഈ പെട്ടെന്ന് ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരിക വിളക്കാൻ കൊല്ലന് പണം കൊടുത്ത് ചതിച്ചു. അപ്പൊ ആരോമലിന് യുദ്ധം വെട്ടുന്ന സമയത്ത് ഈ ചുരിക മുറിഞ്ഞു പോവാ. അംഗത്തിനിടയിൽ മാറ്റാൻ ചുരിക ചോദിച്ചപ്പോൾ അതെടുക്കാൻ മറന്നുപോയെന്ന്. അപ്പൊ ഇത് ചുരിക പറഞ്ഞു പോയപ്പോൾ മറ്റേ ചുരിക ചോദിച്ചപ്പോൾ അതെടുക്കാൻ മറന്നുപോയി. അപ്പം ഇങ്ങനൊക്കെയാണ് ഈ കഥകൾ കേട്ടിരിക്കുന്നത്. എന്നാൽ MD സാറിന്റെ ഈ നോവലാണ് പിന്നീട് സിനിമയായത്. ആ നോവൽ ഇറങ്ങിയോടുകൂടി ചന്തുവിനെ കുറിച്ചിട്ടുള്ള മുഴുവൻ ചിന്തയും മാറിപ്പോയി, പോസിറ്റീവായി. കാരണം ചന്തുവിനെ അങ്ങനെയാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നോവലാണ്. സത്യത്തിൽ പാരിൽ പരദേശി യാക്കോബ്, ഞാൻ അതുകൊണ്ടാണ് ചന്തുവിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. യാക്കോബ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാ മനുഷ്യന്റെയും മനസ്സിൽ ഓടി വരുന്ന ഒരു കാര്യമുണ്ട്, ചതിയൻ, ഉപായി. പക്ഷെ അത് മാറ്റിയ, അത് മനോഹരമായിട്ടുള്ള
എന്താ അങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക് സാറ് വരാനുള്ള കാരണം? ആക്ച്വലി യാക്കോബിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ഈ ഉപായി ചതി എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ യാക്കോബ് ആരെയാ ചതിച്ചത്? അതാണ് യാക്കോബ് ചതിച്ചത് സ്വന്തം ജ്യേഷ്ഠനോട് പായസം കുടിക്കാൻ പറഞ്ഞില്ലല്ലോ. പറഞ്ഞു, പായസം ഉണ്ടാക്കി വെച്ചു. അവൻ ചോദിച്ചു. അതിനെക്കുറിച്ച് യാക്കോബിനെ ഒരിക്കലും അപ്പോസ്തലനായ പൗലോസ് കുറ്റം പറയുന്നില്ല. ഒരു ബൈബിളിൽ ചതിയെന്നുണ്ടല്ലോ. ഉപായി ആ പേരിന്റെ അർത്ഥം കളിപ്പിച്ചു കർത്താവ് തന്നെ പറയുന്നുണ്ട്. പേരിട്ട പക്ഷെ എങ്കിലും ഈ നമ്മൾ പറയത്തക്കൊണ്ടുള്ളതായ ഒരു വഞ്ചനയോ ചതിയൊന്നും താൻ ചെയ്തിട്ടില്ല. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് പിന്നെ അപ്പൻ്റെ അനുഗ്രഹം വായിക്കാൻ കാരണം അമ്മയല്ലേ. അമ്മ നാടകം കളിച്ചു. അമ്മ ഒരു ക്ലാസ് എടുത്തു. ആദ്യം വിസമ്മതിച്ചു. അല്ല മോനെ, ആ കുറ്റം എൻ്റെ മേലിരിക്കട്ടെ, നീ പറയുന്നത് കേൾക്കണം പറഞ്ഞ് അമ്മയുടെ പിന്നെ ക്ലാസ്സിൻ്റെ പുറത്ത്, അഥവാ അമ്മയുടേതായ ആ പിന്നെ ട്യൂട്ടറിങ്ങിൻ്റെ പുറത്താണ് താനത് ചെയ്തത്. താൻ പിന്നെ എവിടെ ഇത് കളിപ്പിച്ചു? നമ്മൾ ചതിയെന്ന് പറയുന്നത്. മൂന്നാമത് ചെന്ന് കഴിഞ്ഞ് ലാബാൻ്റെ വിട്ടിച്ച് ലാബാൻ്റെ എവിടെ ചതിച്ചത്? സാറേ, നമ്മൾ കേൾക്കുന്നത് എല്ലാ പ്രസംഗകരും പറയുന്ന ഒരു കാര്യമുണ്ട്, അപ്പനെ ചതിച്ചു, അമ്മായിയപ്പനെ ചതിച്ചു. അമ്മായിയപ്പനോടെ ചതിച്ചത് ചതിച്ചെന്നാ പറയുന്നത്. ഇല്ല, 21 വർഷമായിട്ട് അവിടെ നിന്നിട്ട് പിന്നെ തനിക്ക് വർധന താൻ ചോദിച്ചുകൊണ്ടാണ് താൻ പ്രത്യേക കൂട്ടമായത്. അതെ, കൂട്ടമായി ദൈവം അനുഗ്രഹിച്ച് ആട് വർധനം ചെയ്തു. ലാബാന്റെ ഒരു ആടിനെ കൊണ്ടുപോയില്ല. യാക്കോബിന്റെ ആടിനെ മാത്രമേ കൊണ്ടുപോയുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ ഇറ്റ് വാസ് നോട്ട്, അത് അദ്ദേഹത്തിന്റെ തെറ്റല്ല, ആ ഗോത്രപിതാവിൻ്റെ തെറ്റല്ല. നമ്മളത് അങ്ങനെ ആക്കുക. അതങ്ങോട്ട് കഴിയുമ്പോൾ ദൈവമായിട്ടുള്ള മല്ലുപിടുത്തം പിന്നെയോ ദൈവാത്മാവ് എന്നിൽ ഒത്തിരി കാര്യം ഈ ഗോത്രപിതാവായ യാക്കോബിനെ കുറിച്ച്, ഈ ഭക്തനെ കുറിച്ച് എഴുതാൻ ഒരുപാട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അവസാനത്തെ കാലത്തും വന്നു കഴിയുമ്പോൾ മരിക്കുമ്പോൾ ഒരു പ്രവാചകനായിട്ടാണ് മരിക്കുന്നത്. ഒരു പ്രവാചകനായിട്ടാണ് മരിക്കുന്നത്, മക്കളെ അനുഗ്രഹിക്കാനും തലമുറ അനുഗ്രഹിക്കാനും. അപ്പം ഒരുപാട് കാര്യങ്ങൾ അന്ന് ദൈവാത്മാവ് എന്നോട് പറഞ്ഞു. അതെ, ഒരു പ്രാവശ്യം ഞങ്ങളുടെ പാസ്റ്റർ ആന്റണി റോക്കി എന്ന് പറഞ്ഞതായ ഒരു കർത്താവിൻ്റെ ദാസൻ്റെ ഭവനത്തിൽ വെച്ച് ഒരു കോട്ടേജ് മീറ്റിംഗ് നടന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ വെച്ചാകുമ്പോൾ അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ പറ്റത്തില്ലല്ലോ, അങ്ങനെയല്ലല്ലോ, സ്വന്തം വീട്ടിൽ വെച്ച്. അപ്പോൾ എന്നോട് പറഞ്ഞു മെസ്സേജ് കൊടുക്കണമെന്ന് ഞാൻ ബ്രദർ. അന്ന് ഞാൻ കൊടുത്ത മെസ്സേജ് യാക്കോബിനെ കുറിച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ തോന്നി എനിക്ക് എന്തുകൊണ്ട് അത് വളരെ ചലനം ഉണ്ടാക്കി. 45 മിനിറ്റ് മെസ്സേജ് ആയിരുന്നു. ഇറ്റ് മേഡ്സ് എ ട്രമൻഡസ് മൂവിങ് ഇൻ ദ ഓഡിയൻസ്. അപ്പോഴെനിക്ക് അപ്പം ദൈവാത്മാവ് ഒപ്പം എന്നോട് പറയും, വാട്ട് എവർ ഇറ്റ് മേ ബി ദിസ് ഈസ് ഗുഡ് ഫോർ എ ബുക്ക്. അത് നമുക്ക് തോന്നും എന്തുകൊണ്ട് ബുക്കാക്കിക്കൂടായതുകൊണ്ട്. അങ്ങനെ അതിൻ്റെ ആരംഭം. എന്നിട്ട് അദ്ദേഹത്തെ കൊണ്ട് തന്നെ ഞാൻ ഫോർവേഡ് എഴുതിക്കുകയും ചെയ്തു. അത് എൻ്റെ ആദ്യത്തെ ബുക്ക്, എൻ്റെ 3 എഡിഷൻ ഇറങ്ങിയിട്ടുണ്ട്. ആദ്യത്തെ എഡിഷനിൽ ഫോർവേഡിങ് എന്ന് പറയുന്നത് പിന്നെ ആന്റണി റോക്കി എഴുതി ഫോർവേഡിങ്. ബിക്കോസ് അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ വെച്ച് ഞാൻ ആദ്യമായിട്ട് ഇത് സംസാരിക്കുന്നത്. ഏതെങ്കിലും ഒരു പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ദൂത് സംസാരിച്ചു. പല ദൂതുകൾ സംസാരിച്ച് കഴിഞ്ഞ് ക്രോഡീകരിക്കുന്ന ഒരു പുസ്തകം എന്ന് പറയുന്നത് പുസ്തകം. എന്താണേലും മലയാള ക്രൈസ്തവ സാഹിത്യ മേഖലയിലെ ഒരു ക്ലാസിക്കാണ് പാരിൽ പരദേശി യാക്കോബ്. ഞാൻ പാരിൽ പരദേശി യാക്കോബിനെ കുറിച്ച് പറയുന്നത് അത് മാത്രം ക്ലാസിക് ആണെന്നുള്ള അർത്ഥത്തിലല്ല. സാറിൻ്റെ ബുക്കുകളെല്ലാം ഒന്നിനൊന്ന്, കാരണം അതിനകത്തെ സാഹിത്യമാണ്. സാധാരണ നമ്മുടെ ബന്ധക്കോസുകാരുടെ സാഹിത്യം എന്ന് പറയുന്ന ഒരു സത്യത്തിൽ ഒരു പൈങ്കിളി സാഹിത്യമാണ്. അവരങ്ങനെയാണ്, കാരണം അവർ ആ മേഖല ഒന്നും സെക്കുലർ ബുക്കുകൾ വായിക്കാറില്ല, ബൈബിൾ മാത്രം വായിക്കുന്ന ഒരു നല്ല കാര്യം. പക്ഷെ സാറ് ആ തരത്തിൽ നോക്കുമ്പോൾ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന, എന്നോട് പലരും പറയാറുണ്ട്, നമ്മളെ ആ സ്ഥലത്തേക്ക് അങ്ങ് കൂട്ടിക്കൊണ്ടുപോകും. ചിലപ്പോൾ 2000 വർഷം പുറകെ നടന്ന ഒരു സംഭവമാണെങ്കിലും നമ്മളൊരു പ്രേക്ഷകനെ പോലെ പോയി നിന്ന് അത് കാണുന്ന ഒരു കാഴ്ചയാണ് സാറിൻ്റെ ബുക്ക് വായിക്കുമ്പോഴെന്നാണ്. അത് ശരിക്കും ദൈവാത്മാവിൻ്റെ ഒരു അപ്പം ഞാൻ ചിന്തിച്ചു, പിന്നെ ദൈവം എന്നെ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളതായ ഒരു വസ്തുത കൊണ്ടാണ് ഞാൻ ആ മേഖലയിലേക്ക് പോയത്. ദൈവവചനം പ്രസംഗിക്കാനും പലയിടത്തും എനിക്ക് ഇൻവിറ്റേഷൻ കിട്ടുന്നുണ്ട്, പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ
ഭാര്യ എന്നെ വിട്ടുപിരിഞ്ഞതിന് ശേഷം 2021 എൻ്റെ ഭാര്യ നമുക്ക് ആ കാര്യത്തെ കുറിച്ചൊന്നുണ്ട് ഒന്ന് നമ്മുടെ പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരു ക്ലാസിക് എന്നത് അതിന് അവാർഡ് വല്ലതും കിട്ടിയിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള അവാർഡിനായിട്ട് അവർ ചോദിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ താല്പര്യപ്പെട്ടിട്ടില്ല. എത്ര എഡിഷൻ ഇറങ്ങി അതിന്റെ? പാൽപ്പരദേശ് 3 എഡിഷൻ കഴിഞ്ഞു. പാൽപ്പരദേശ് 3 എഡിഷൻ ഇറങ്ങി. നെബോയുടെ വിവരങ്ങൾ എന്നുള്ളതായ മോശയെക്കുറിച്ചുള്ളതായ പുസ്തകം, അതാണ് ആദ്യത്തെ എൻ്റെ അത് OM ആണെന്ന് തോന്നുന്നു ഇറക്കിയിരിക്കുന്നത് അല്ലേ? അല്ല, അത് പിന്നെ ഒരു ലോഗോസ് പിന്നെ ഇദ്ദേഹത്തിൻ്റെ സത്യം പബ്ലിക്കേഷൻസ്, പിന്നീട് എഡിസൺ പബ്ലിക്കേഷൻസ് എൻ്റെ എഡിസൺ പബ്ലിക്കേഷൻസ് 3 അങ്ങനെ ഇറക്കട്ടെ. സാറേ, അപ്പോൾ പാരിൽ പരിധി മറ്റേ ആദ്യത്തെ ബുക്ക് എന്ന് പറയുന്നത് ഭൂമിയിലെ വിശുദ്ധന്മാർ, അത് കോമൺ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണോ? അതോ ഏതെങ്കിലും ഓക്കെ, ഭൂമിയിലെ വിശുദ്ധന്മാർ അബ്രഹാമിനെ കുറിച്ച്. രണ്ടാമത്തെ പുസ്തകം സ്വർഗവാതിൽ മുമ്പിൽ കർത്തൃപ്രാർത്ഥനയെ കുറിച്ചൊരു പുസ്തകം, കർത്താവിന്റെ പ്രാർത്ഥനയെ കുറിച്ച്. മൂന്നാമത്തെ പുസ്തകം നെബോയുടെ വിവരങ്ങളിൽ മോശയെ കുറിച്ച്. അത് വളരെ വളരെ ഹാർട്ട് ടച്ചിങ് ആണ്. അതിനെക്കുറിച്ചൊക്കെ പറയാൻ തുടങ്ങിയാൽ പിന്നെ അതിന് നല്ല വായനക്കാരുണ്ട്, ഇന്നും അന്വേഷിക്കുന്നുണ്ട്. അടുത്ത റീപ്രിന്റ് ചെയ്യാൻ പോകുന്നത് നാലാമത്തെ എഡിഷൻ ഇറങ്ങാൻ പോകും. പിന്നെ പാരിൽ പരദേശി യാക്കോബിനെ കുറിച്ച്. പിന്നെ അല്ല, ഞാനോ കുറയാണ് യോഹന്നാനെ കുറിച്ച്, സ്നാപകനെ കുറിച്ച്. പക്ഷെ അതൊന്നും അവൈലബിൾ അല്ല, എങ്ങും കിട്ടാനേ ഇല്ല. അത് ഒരു എഡിഷൻ ഇറങ്ങിയിട്ടുള്ളൂ, 1000 കോപ്പി. പിന്നെ അതിന് വേണ്ടിയിട്ട് അത് പക്ഷെ അത് തർജ്ജമ നടന്നിട്ടുണ്ട്. യോഹന്നാനെ കുറിച്ച്, സ്നാപക യോഹന്നാനെ കുറിച്ച് ഞാനോ പറയണം. പിന്നെ 5-ാമത്തെ പാരിൽ പരദേശി യാക്കോബിനെ കുറിച്ച്. 6-ാമത്തെ ഏലിയാവ്, അനശ്വരത തേടുന്നു, ഏലിയാവിനെ കുറിച്ച്. 7-ാമത്തെ പുസ്തകമാണ് ഇംഗ്ലീഷ് ഇൻ ദ ലാൻഡ് ഓഫ് സോജേണേഴ്സ്. അത് ഡിഫറെന്റ് ടോപ്പിക്സ്, ലൈഫ് എക്സ്പീരിയൻസ് കൂടെ ചേർത്ത്. അതിന് മലയാളം ഇല്ല. ഓക്കെ. അടുത്ത 8-ാമത്തെ പുസ്തകം സനാതന കൂടാരങ്ങൾ, സമാഗമന കൂടാരം. 7 കൂടാരങ്ങളെ കുറിച്ചുള്ളതായ ഒരു ഞാൻ വായിച്ച തിയോളജിക്കൽ സ്റ്റഡി. വൺ ഓഫ് ദി ബെസ്റ്റ് ആണ്. 9-ാമത്തെ പുസ്തകം എൻ്റെ പരദേശ പ്രയാണം എന്ന് പറഞ്ഞ് ഇവിടെ പുല്ലൂര് പ്രിൻസിപ്പളായിരുന്നില്ല, സൂപ്രണ്ടൻ്റായിരുന്നതായ MS മത്തായി എന്ന് പറയുന്ന ഒരു കർത്തദാസൻ, പുള്ളി ഈ വർഷം നിത്യതയിൽ ചേർക്കപ്പെട്ടു, 89 വയസ്സുള്ളപ്പോൾ. അദ്ദേഹത്തിൻ്റെ പിന്നെ ഒരു ആത്മകഥയാണ് എൻ്റെ പരദേശ പ്രയാണം. അത് ശരി. ഓക്കെ. 10-ാമത്തെ ഒരു എവക്വറ്റ് കാലത്ത് രൂത്തിനെ കുറിച്ചിട്ടുള്ള, അതാണ് എനിക്ക് തോന്നുന്നു ഒരു സെക്കുലർ മോഡിലാണ് അത് ഇറക്കിയത്. നാഷണൽ ബുക്ക് സ്റ്റാൾ ഇറക്കിയത്. ഞാൻ അതിന്റെ പ്രകാശനത്തിന് കോട്ടയത്ത് വന്നായിരുന്നു. വളരെ പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു വേദിയിലാണത് പ്രകാശനം നടന്നത്. എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണോ നമ്മുടെ ആൾക്കാരുടെ ഇടയിൽ അത്ര അതങ്ങോട്ട് എത്തിയില്ല. ഇനി അവൈലബിൾ അല്ലേ എന്താണെന്നറിയില്ല, പലർക്കും അത് കിട്ടിയിട്ടില്ല. ഒരേ ബുക്ക് കാലത്ത് അവരിറക്കിയത് ആ പുസ്തകം ഒരു നോവൽ പോലെ അല്ലേ? നോവല ഒരു നല്ല എൻ്റെ ഉണ്ടത്. അടുത്തത് 11ഉം 12ഉം പിന്നെ തർജ്ജമയാ കന്നഡ ഭാഷയിലേക്ക്. ശരി. അപ്പൊ അത് കൂടാരങ്ങളിൽ പിന്നെ പാർക്കെന്ന് പറഞ്ഞാണ് കന്നഡയിൽ കൊടുത്തത്. ശരി. കൂടാരങ്ങളിൽ ബേഗു, അങ്ങനെ. പിന്നെ ഞാനോ കടുമയാവണം, ഞാനോ കടുമയാകണം. സാറിന് കന്നഡ അറിയാമോ? കുറച്ച്, അല്പമൊക്കെ കുറച്ച്. ഞാൻ മൈസൂരിലാണ് കർത്താവിന് വേല ചെയ്യുന്നെങ്കിലും എനിക്ക് ഇംഗ്ലീഷ്, ഹിന്ദി തരക്കേടില്ലാത്ത രീതി കൈകാര്യം ചെയ്യും എന്നുള്ളതുകൊണ്ട്. സൗദിയിലൊക്കെ ഉണ്ടായിരുന്നു, ബോംബെയിലുണ്ടായിരുന്നുകൊണ്ട് ഹിന്ദി അങ്ങനെ ചെയ്യാൻ പറ്റും കുറച്ച്. പിന്നെ നസറായിന്റെ നാമത്തിൽ അല്ലേ? പിന്നെ 13-ാമത്തെ പുസ്തകമാണ് ഇത്, മൂറിൽമലയുടെ താഴ്വര, രൂത്തിന്റെ ഉത്തമഗീതം നമ്മുടെ പിന്നെ ശൂര്യങ്കാരുടെ. അത് പക്ഷേ പിന്നെ അതെന്നെ ഇമോഷണലായിട്ട് ഒത്തിരി ടച്ച് ചെയ്ത ഒരു പുസ്തകമാണ്. എൻ്റെ ഫാദർ അത് എഴുതിയതാ ഒരു കാലം. എഴുതിയത് പ്രസിദ്ധീകരിക്കാതെ ഇവിടെ ചെതലരിഞ്ഞു പോയി. അപ്പൊ അന്ന് ഞാൻ തോന്നി എനിക്ക് തന്നെ അത് എഴുതി. ആ പുസ്തകം സാർ വായിച്ചിട്ടുണ്ടായിരുന്നോ? പപ്പ എഴുതി? ഇല്ല. അപ്പൊ അതിനകത്തെ കണ്ടന്റ് ഒന്നും ഒരു ഐഡിയ ഇല്ല. കേട്ടിട്ടേ, എൻ്റെ അമ്മ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. അത് ശരി. ഈ മൂറിന്മലയുടെ താഴെ പുസ്തകത്തിനകത്ത് ആ ഭാഗം കൊടുത്തിട്ടുണ്ട്. ഒരിക്കലും അമ്മ ഒരു പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ചോദിച്ചത് ആരുടെയാണപ്പോൾ നിന്റെ ഫാദർ എഴുതിയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അറിയുന്നത്. അന്നേരം അപ്പൻ എഴുത്തുകാരനാണെന്നുള്ള അറിയുന്നത് തന്നെ. അപ്പോൾ പപ്പ പുസ്തകം എഴുതിയിട്ടുണ്ട്, പാട്ട് എഴുതിയിട്ടുണ്ട്. മഞ്ഞുകാലം കഴിഞ്ഞു, മഴയും മാറിപ്പോയി പ്രിയരെ, പുഷ്പങ്ങൾ ഭൂമിയിൽ കാണപ്പെടുന്നു നന്നായി,
അങ്ങനെ ഒരുപാടുണ്ട്. അമ്മയൊന്ന് പാടുമായിരുന്നു. എനിക്ക് എൻ്റെ ട്യൂണൊന്നും അറിയില്ല, പക്ഷെ കുറച്ച് വരി ഞാൻ മൂർന്നവരുടെ താഴ്വരയിൽ അത് എഴുതിയിട്ടുണ്ട്, 4-5 വരി. 14ാമത്തെ പുസ്തകമാണ് പിന്നെ നസ്രായൻ്റെ നാമം. അതെൻ്റെ ഭാര്യയുടെ നിര്യാണ സമയത്ത് ആ ദുഃഖത്തിൻ്റെ അവസ്ഥയിലിരുന്ന സമയത്ത് അന്ന് ഞാൻ വിചാരിച്ചു ഇനി എഴുതുന്നില്ല. അതെ, ഞാൻ ശരിക്കും അതൊരു എന്നെയും ഒത്തിരി ദുഃഖിപ്പിച്ച ഒരു കാര്യമാണ്. ആൻറ്റി 1-2 പ്രാവശ്യം നമ്മൾ കണ്ടിട്ടുള്ളൂ. കാരണം ഞാൻ എൽഷദായി സാറിൻ്റെ ബുക്കുകൾ വായിച്ച് അങ്ങനെ കാണാൻ ആഗ്രഹിച്ചു. ആൻറ്റിയോട് കൂടെയാണ് ആദ്യം എന്നെ കാണാൻ വരുന്നത്, തിരുവല്ലയിൽ. അപ്പോൾ അന്നേരം തന്നെ ആ ഒരു ഒറ്റ തവണത്തെ ഇടപാട് കൊണ്ട് വളരെ സാറിൻ്റെ പിന്നിലുള്ള ആ ബലം എന്താണെന്ന് എനിക്ക് മനസ്സിലായി അന്ന്. കാരണം അത്ര ഹൃദ്യമായിട്ടും സോഫ്റ്റായിട്ടും ഇടപെടുന്നത്. പെട്ടെന്ന് ആൻറ്റി ഇവിടുന്ന് പോയി എന്ന് കേട്ടപ്പോൾ ശരിക്കും വിശ്വസിക്കാൻ പറ്റിയില്ല. ബാംഗ്ലൂർ വെച്ചായിരുന്നു അല്ലേ? ബാംഗ്ലൂർ 2000 ഞങ്ങൾ 2017 സ്റ്റേറ്റ്സിലെ USA 25 വർഷത്തെ എൻ്റെ ജോലിയും ജീവിതമൊക്കെ അവസാനിപ്പിച്ചിട്ട് കർണാടകയിൽ ഒരു പൂർണ്ണ സുവിശേഷ വേലയ്ക്ക് വേണ്ടിയിട്ട് ജോലി രാജിവെച്ച് വീട് വിറ്റു. എന്നോട് കംപ്ലീറ്റ് സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്തിട്ട് ഇനി പോരുമായിരുന്നു. സാറിന് ഒരു 3 വർഷം കൂടെ സർവീസിൽ തുടരാമായിരുന്നു അല്ലേ? 17 വർഷം അവിടെ ജോലി ചെയ്തുള്ളൂ, പക്ഷെ 3 വർഷം കൂടെ തുടരാമായിരുന്നു. 3 വർഷമല്ല, എത്ര വർഷം വേണേലും തുടരാമായിരുന്നു. മിനിമം 20 വർഷം എന്ന് പറഞ്ഞാൽ അവരുടെ ആ ചില ബെനിഫിറ്റ്സ് ഒക്കെ അതൊന്നും വേണ്ടാന്ന് വെച്ചു. കാരണം ഇന്ത്യയിലെ നോർത്ത് ഇന്ത്യയോടുള്ള വേലയ്ക്ക് വേണ്ടിയിട്ടേക്ക് പോകുന്നു. അപ്പോൾ കർണാടകയിൽ അതിന് മുമ്പ് 90 മുതലേ ഞാൻ കർണാടകയിൽ ഭാഗികമായിട്ട് വേല ചെയ്യുന്നുണ്ടായിരുന്നു. ചർച്ചുകളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, ചർച്ചുകൾ പൈനർ ചെയ്യുന്നുണ്ടായിരുന്നു. വല്ലപ്പോഴും അവധിക്ക് വരുമ്പോഴെല്ലാം പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ പൂർണ്ണ ടൈം അല്ലായിരുന്നെന്ന് മാത്രമേ ഉള്ളൂ. അവധിക്ക് വരുമ്പോഴുള്ള സമയങ്ങൾ. പക്ഷെ 17ാമത്തെ വർഷം ആയപ്പോൾ വല്ലാതെ നിർബന്ധം ഉണ്ടായി, ജോലിയും റിസൈൻ ചെയ്തു, ഇനി പോരുകയായിരുന്നു ഞാൻ. ആന്റിക്ക് അമേരിക്ക ജോലി ഉണ്ടായിരുന്നു. പിന്നെ ആന്റി അതും റിട്ടയർ ചെയ്തതാണോ അതോ? ആന്റി 2014 ആയപ്പോൾ ശാരീരിക പ്രയാസങ്ങൾ അല്പം ഉണ്ടായപ്പോൾ ജോലി റിട്ടയർ ചെയ്തു. വോളണ്ടറി റിട്ടയർമെന്റ് എടുത്തിട്ട് പിന്നെ 2017 ഞങ്ങൾ ഇനി പോരുമായിരുന്നു. ഇന്ത്യയിലേക്ക് വരാൻ നേരത്ത് മക്കളൊക്കെ എന്നാ അഭിപ്രായം? മക്കൾ പറഞ്ഞു മമ്മിയെ കൊണ്ടുപോകണ്ട, മമ്മിക്ക് അല്പം റെസ്പിറേറ്ററി പ്രശ്നമുണ്ട്, അതുകൊണ്ട് കൊണ്ടുപോകണ്ട, ഡാഡി തന്നെ വേണേ പോകും. പക്ഷെ മമ്മി എന്നെ വിട്ടിട്ട് ഇരിക്കത്തില്ല, പുള്ളിക്കാരിക്ക് വരണമെന്ന്. ഞാൻ ശ്രദ്ധിച്ച കാര്യമാണ്. എൻ്റെ ഒരു ഓർമ്മയിൽ കർത്താവിൽ ഇന്ന് വിശ്രമിക്കുന്ന എൻ വി ചാക്കോ സാർ എൻ്റെ അധ്യാപകനാണ്. അവർ തമ്മിലുണ്ടായിരുന്ന ഒരു സിംഗിങ് ഉണ്ട്, ഒരു അഡ്ജസ്റ്റ്മെന്റ് ബോണ്ടുണ്ട്. അത് ഭയങ്കര തീവ്രമായിരുന്നു. സാർ കാരണം എപ്പോൾ വന്നാലും സാറിൻ്റെ വൈഫ് എന്ന് പറയുന്നത് ഒരു കാല് മറ്റോ മുറിച്ച് വീട്ടിൽ റെസ്റ്റിലായിരുന്നു. അപ്പോൾ സാറിൻ്റെ എല്ലാ ശുശ്രൂഷകൾക്കും ഒരു വലിയ ബാക്ക് ബോണായിരുന്നു. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആൻറ്റി മരിച്ച കാര്യം ക്ലാസ്സിൽ വന്നു, അങ്ങനെ തകർന്നു പോയി സാർ. ഈ ഒരു ചിറകരിയപ്പെട്ട്, പക്ഷെ അത് കഴിഞ്ഞ് അതിൽ നിന്ന് ആൾ ഓടിയില്ല, സാർ പെട്ടെന്ന് അങ്ങ് പോകുമായിരുന്നു. ഞാൻ അതുപോലെ ആ തരത്തിലൊരു ഒരു ബാലൻസ് കീപ്പ് ചെയ്തുകൊണ്ട് പോകുന്നവരാണ്. എനിക്കറിയാവുന്ന ഒത്തിരി പേരുണ്ടായിരിക്കാം. എനിക്കറിയാവുന്ന ഒരാളെന്ന് പറയുന്നത് എൽഷദായി സാറും ആൻറ്റിയായിരുന്നു. അപ്പോൾ ആൻറ്റിയുടെ പെട്ടെന്നുള്ള വേർപാടെന്ന് പറയുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, സാർ ഇനിയും എഴുതുന്നില്ല, സാർ വല്ലാതെ ഇതായി. ഞാൻ വളരെ ഇതായി, പ്രതീക്ഷിക്കാതായിരുന്നു. ഒരിക്കലും മരിക്കുന്നു വിചാരിച്ചില്ലല്ലോ. ആ സമയത്ത് മരിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു യാത്രയല്ലായിരുന്നല്ലോ. ആ സമയത്ത് അങ്ങനെ ചിന്തിച്ചില്ല. കാരണം ഒത്തിരി പദ്ധതിയുണ്ട്, ദൈവത്തോടെ വന്ന് പല കാര്യങ്ങൾ പ്രൊജക്റ്റൊക്കെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ അതല്ലേ ഉള്ളൂ ചിന്ത, മറ്റൊന്നും ചിന്തിക്കത്തില്ല. അല്ലെ കോവിഡ് വന്നാലോ മറ്റെന്തെങ്കിലും വന്നാലും ഞങ്ങൾ ലെറ്റ് ഇറ്റ് ഗോ ഓഫ് അങ്ങനെ ചിന്തിച്ചതാണ്. അങ്ങനെ ഒരിക്കലും കാരണം അതിനു മുമ്പും ഞങ്ങളുടെ കുടുംബങ്ങളിൽ അത്ഭുത രോഗസൗഖ്യം നടന്നിട്ടുണ്ട്, പല കാര്യങ്ങളും. അതിപ്പോൾ പറയുന്നില്ലെന്നുള്ളൂ. ഇറ്റ് ഹാപ്പൻഡ് ഇൻ അവർ പേഴ്സണൽ ലൈഫ്. ഹീലിംഗ്, ഡിവൈൻ ഹീലിംഗ് ഹാസ് ബീൻ ടേക്കൻ പ്ലേസ് ഇൻ ദ ഫാമിലി. അപ്പൊ അതുകൊണ്ടൊരു വലിയ വിശ്വാസമാണ്. ഭയങ്കരമായിട്ട് അങ്ങനെ പ്രതീക്ഷയോടെ കാത്തിരുന്നു. പക്ഷേ ദൈവീകത മറ്റൊന്നായിരുന്നു. ഷി ഹാസ് ഗോൺ. പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ പ്രയാസമുണ്ടായി. അന്നത്തെ സാഹചര്യം അതായിരുന്നു. പക്ഷെ എൻ്റെ ഇളയ മോൾ എന്നെ ഒത്തിരി എൻകറേജ്. 2 പെൺമക്കള്, അവർ സ്റ്റേറ്റ്സിൽ 2 പേരും കുടുംബസ്ഥരായിട്ട് താമസിക്കുന്നു. ആ ഇളയ മോള് നന്നായിട്ട് സാറിനെ ആ മേഖലയിൽ എന്നിട്ട് എൻ്റെ അടുത്ത് ഞാൻ എഴുതുന്നപ്പോൾ അവർക്കറിയാം, ഷീ നോസ് ദാറ്റ് ഐ ആം എ റൈറ്റർ, മൈ മെയിൻ പാഷൻ ആൻഡ് പ്രൊഫഷൻ ഇസ് ദിസ് വൺ ഓൺ ഓൾ ദിസ്. അപ്പോൾ ആ പുള്ളിക്കാരി ബ്ലസ്സി എന്നാ പേര്. ബ്ലസ്സി പറഞ്ഞു, ബെറ്റ്സി വളരെ സ്നേഹമാണ്, പക്ഷെ അങ്ങനെ മിണ്ടത്തൊന്നുമില്ല, അടുത്ത് വന്നിരിക്കും, സ്നേഹിക്കും. പക്ഷെ അവൾ എൻ്റെ എല്ലാ കാര്യങ്ങളും ഒന്ന് കൺട്രോൾ ചെയ്യുന്ന പോലെ. ഇളയ മോള് അവൾ ഷീസ് എ ഫാർമസി ഡോക്ടർ.
സോ ബിക്കോസ് ഓഫ് മൈ മെഡിക്കേഷൻസ് ഓ വാട്ട് എവർ ഇറ്റ് മേ ബി. ഇപ്പം മമ്മിയുടെ കാര്യമാണെങ്കിലും ഷി ടേക്സ് കെയർ ഓഫ് ദാറ്റ് പാർട്ട്. പിന്നെ പുള്ളിക്കാരിക്ക് ഒരു ധാരണയുണ്ട്, യങ്ങസ്റ്റ് ഇൻ ദ ഫാമിലി ഹാസ് ദ റെസ്പോൺസിബിലിറ്റി എന്നുള്ള ഒരു ധാരണ ഉള്ളതുകൊണ്ട് പുള്ളിക്കാരി അദ്ദേഹം ബ്ലസ് ചെയ്യുന്നത്. ബ്ലസ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഡാഡി, there is a lot of people with terminal ill, like a cancer, like a bone cancer, like liver problems, or they're waiting for the death stage secondary. അവരൊക്കെ പിന്നെ ഇങ്ങോട്ട് വരുമെന്ന് ഡാഡി വിചാരിക്കേണ്ട, they will go. ഒരിക്കലും വിചാരിക്കുന്നില്ല, ഞാനൊരു ഡിവൈൻ ഹീലിംഗിൽ അവരെ തിരിച്ചു കിട്ടുമെന്ന് വിചാരിക്കുന്നില്ല. She said that. But one thing is there, ഡാഡിയുടെ എഴുതിയ പോലെ ഒരു ബുക്ക് ഒരു പക്ഷെ വായിച്ചു കഴിഞ്ഞാൽ അവരുടെ ലൈഫ് പീരീഡ് ഓഫ് ടൈം അവർക്ക് ഒത്തിരി കൺസോളായിട്ട് തീരുമാനത്തോടെ പോകാൻ കഴിയുമെന്ന് പറഞ്ഞു. അതെന്നെ അവളെ നന്നായിട്ട് ടച്ച് ചെയ്തു. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ പല ബുക്കുകളും വായിച്ചിട്ട് പലരും എഴുതിയ SMS ചെയ്യുകയും പറയുകയും മോളോട് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ബുക്ക് അവരുടെ ലൈഫിലെ കുടുംബജീവിതത്തിലെ, വ്യക്തിപരമായ ജീവിതത്തിലെ, ആത്മീയ ജീവിതത്തിലെ പിന്മാറ്റത്തിലൊക്കെ ഒത്തിരി കംഫർട്ടാണെന്നുള്ളത് അവൾക്കത് അറിയാമായിരുന്നു. അപ്പം അത് ഇറ്റ് ഈസ് ദെയർ, ഇമ്പാക്റ്റ് ഈസ് ദെയർ. അപ്പോൾ ഡാഡി ഒരു ബുക്ക് എഴുതി കഴിഞ്ഞാൽ മമ്മി പോയി, ദാറ്റ്സ് റൈറ്റ്, പക്ഷെ ഇങ്ങനെയുള്ളവർ ഇത് വായിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു ആശ്വാസം ഇല്ലെന്ന് ചോദിച്ചു. അതെന്നെ വല്ലാതെ ടച്ച് ചെയ്തു, അവരുടെ ആ രീതി. അതുകൊണ്ടാണ് വീണ്ടും എഴുതാൻ വേണ്ടി പിന്നെ എഴുതാം. ആ ദുഃഖത്തിൻ്റെ വലിയ ദുഃഖത്തിൻ്റെ സമയത്ത് എനിക്ക് എന്താ പറയുന്നത്, വിലാപകാലം തീരുന്നതിന് മുമ്പാണ് ഞാൻ ബുക്ക് എഴുതിയത്. റോഡ് ദോസ് ബുക്ക് നസ്രായൻ്റെ നാമത്തിൽ, കർത്താവിൻ്റെ നാമത്തിൽ. അത് ഏറ്റവും കൂടുതൽ അതിനകത്ത് എഴുതിയിരിക്കുന്നത് രോഗസൗഖ്യവുമാണ്. അതിനകത്ത് ഒരുപാട് എഴുതിയിരിക്കുന്നത് രോഗസൗഖ്യം എഴുതിയിരിക്കുന്നത്. കുരുടൻ്റെ സൗഖ്യമായത്, ബ്ലീഡിങ് വുമൺ വാസ് ഹീൽഡ്, ആൻഡ് പാരലൈസ്ഡ് വാസ് ഹീൽഡ്, ലെപ്പേഴ്സ് വേർ ഹീൽഡ്. ഇങ്ങനെല്ലാം ഹീൽഡ്. കൂടുതൽ കർത്താവ് എഴുതിയ 37 അത്ഭുതം കർത്താവ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിനകത്ത് ഏകദേശം ഒരു 20-25ഓളം ഞാൻ അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നമ്മൾ അത് ഏറ്റവും കൂടുതൽ 90% ഈസ് ഹീലിംഗ്, അത്ഭുത രോഗസൗഖ്യം കർത്താവ് ചെയ്താണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് ആ പുസ്തകം എഴുതാൻ തക്കണം, നസ്രായൻ്റെ നാമത്തിൽ എഴുതാൻ തക്കണം. കാരണം അത് ഞാൻ ഉദ്ദേശിച്ച അത്രയും പെർഫെക്റ്റ് ആയില്ല, ഉദ്ദേശിച്ച രീതിയിൽ അതിന് പെർഫോമൻസ് വന്നില്ല. കാരണം ഈ വേദനയുടെയും പ്രയാസത്തിൻ്റെ ഇടയില്ല. പക്ഷെ അത് ഒരുപാട് പേർക്ക് അനുഗ്രഹമായിരുന്നു. അതെ, ഒരുപാട് പേർക്ക്. കാരണം ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയാം സാറേ, അത് ഈ ബുക്കുകളൊക്കെ സാറ് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഈ ബുക്കുകളുടെയൊക്കെ സെയിൽ വലിയ പ്രശ്നമാണ്. കാരണം ആളുകളുടെ കയ്യിൽ എത്തുന്നില്ല. അപ്പം എന്നോട് തന്നെ, ഞാൻ സിദ്ധൈ സാറുമായിട്ട് അടുപ്പമുണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് എത്രയോ ആൾക്കാർ എന്നെ വിളിച്ചിട്ട് അവർ ചോദിക്കുന്നുണ്ട് ബുക്ക് കിട്ടാൻ എന്നാ മാർഗം. അപ്പോൾ 1000 കോപ്പി അടിച്ചു, അത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ അതോടെ പല ബുക്കുകളും മനസ്സിലായി. അങ്ങനൊരു പ്രശ്നമുണ്ട്. പിന്നെ സാറ് ഇപ്പോൾ ബാംഗ്ലൂർ ഇടയ്ക്ക് വന്നു പോകുന്നുണ്ട്. ഞാൻ കർണാടകയിലെ മൈസൂരിലെ വില്ലേജ് മിനിസ്ട്രി ചെയ്യുന്നു. പല ചർച്ചുകൾ പൈനറി ചെയ്ത് വർക്ക് ചെയ്യുന്നു. ചർച്ചില്ലാത്തടത്ത് ചർച്ച് വെച്ചു കൊടുക്കുന്നു, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു. പിന്നെ കുറച്ച് ചർച്ചുകൾ എല്ലാ മാസവും സപ്പോർട്ട് ചെയ്യുന്നു. അതെൻ്റെ ഗ്രാമീണ സുവിശേഷീകരണത്തോടുള്ള ബന്ധത്തിൽ അത് ലക്ഷ്യമാക്കിയാണ് ഞാൻ ജോലി രാജിവെച്ച് വന്നതാണ്. അത് മൈസൂർ സെൻറ്ററിനോട് ചേർന്ന്, മൈസൂർ ഇന്ത്യ പെന്തക്കോസ് ചർച്ച് ഓഫ് ഗോഡിൻ്റെ വലിയ 98ഓളം ചർച്ചുകളുണ്ട്. അതിനോട് ചേർന്ന് നിന്ന് കുറച്ച് ഞാൻ അവരോട് കൂടെ നിന്ന് പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ ഞാൻ വചനം ശുശ്രൂഷിക്കും. ഇവിടേക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ ഞാൻ ന്യൂസിലാൻഡിൽ, ഓസ്ട്രേലിയ, UK ഇവിടങ്ങളിലൊക്കെ പോയി. അത് വചനം പറയാൻ വേണ്ടിയും കൺവെൻഷന് വേണ്ടിയിട്ടും അല്ല പോകുന്നത്. ഞാൻ ചെല്ലുമ്പോൾ ആൾക്കാർ ഞാൻ ഉണ്ടെന്നറിഞ്ഞ് വിളിച്ചെനിക്ക് അവസരങ്ങൾ തരികയും ചെയ്യും. അതും ഇപ്പോൾ ട്രെൻഡായിട്ട് മാറി. ഇപ്പോൾ ഓൾറെഡി ഓസ്ട്രേലിയക്ക് അടുത്ത വർഷം ഇപ്പം ബുക്ക്ഡാ. കേരളത്തിൽ എൽസദൈ സാറിനെ ആർക്കും കിട്ടുന്നില്ല. കേരളത്തിലാണ് വായനക്കാർ മുഴുവനുള്ളത്. ഇവിടുത്തെ ദൈവാസന്മാരും ഒട്ടുമിക്ക ആൾക്കാരുടെയും കയ്യിൽ സാറിൻ്റെ മിക്കവാറും ബുക്കുകളുണ്ട്. പക്ഷെ സാറിനെ ഒന്ന് കാണാനോ പരിചയപ്പെടാനോ ഒന്നും അവർക്കൊരു വേദി കിട്ടുന്നില്ല. അതൊരു സത്യത്തിൽ ഞങ്ങളെപ്പോലുള്ളവർക്കൊരു വലിയ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളെ കാണണമെന്നുണ്ടെങ്കിൽ കൺവെൻഷൻ സീസണിലായിരിക്കണം ഞാനിവിടെ ഉണ്ടായിരിക്കേണ്ടത്. അതുകൊണ്ട് എല്ലാവർക്കും കാണാൻ പറ്റും. പക്ഷെ ആ സമയത്തില്ല. ആ സമയത്ത് എന്തെങ്കിലും എനിക്ക് പ്രോഗ്രാംസ് കാണും. പിന്നെ ഞാൻ 3 സ്ഥലത്ത് ജീവിക്കുന്നവനാണ്. 1 കേരളത്തിൽ, 2 മൈസൂരിൽ, ബാംഗ്ലൂരിൽ, 4 USA. ഒരിപ്പം വർഷത്തിൽ 3 to 4 months USA മക്കളുടെ കൂടെ കാണും. എനിക്കവിടെ ഉണ്ടായിരിക്കേണ്ട ആവശ്യമുണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു ടൈം ഫിക്സ് ചെയ്ത് വരാനോ പിടിക്കാനോ പറ്റില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ എവിടെയെങ്കിലും ഫോറിൻ സ്ഥലത്ത്
കഴിഞ്ഞ വർഷം ജനുവരിയിൽ കൺവെൻഷൻ സീസണായിരുന്നു. ആ സമയത്ത് ഞാൻ ഓസ്ട്രേലിയയും ന്യൂസിലാൻഡിലുമായിരുന്നു. ഇങ്ങനെ ഓരോ പ്രോഗ്രാംസ് വരുന്നത് കൊണ്ട് അവസരങ്ങൾ വരുന്നതും സന്ദർശനത്തിന് പോകുന്നതുകൊണ്ടും പറ്റില്ല. കാരണം ഈ യാത്ര എൻ്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ വയ്യാത്തൊരു കാര്യമാണ്. എന്നെ എഴുത്താൻ പ്രാപ്തനാക്കുന്നതും ചിന്തിപ്പിക്കുന്നതും ഈവൻ സന്ദേശങ്ങൾ ഉണ്ടാക്കാൻ തക്കവണ്ണം ഉള്ളിൽ പ്രേരണ ലഭിക്കുന്നതൊക്കെ യാത്രകളാണ്. യാത്രകളാണല്ലോ നമുക്ക് പുതിയ പാഠങ്ങൾ അപ്പം അത് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു അവസരത്തിന് ഞാൻ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കും, മുൻഗണന കൊടുക്കും യാത്രകൾക്കും സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും. അതുകൊണ്ട് ഒത്തിരി പ്രയോജനങ്ങളുണ്ട്. അവിടെ ചെല്ലുന്നവർ അവർക്കുമുണ്ട്, എനിക്കുമുണ്ട്. കാരണം എൻ്റെ എഴുത്തും ആത്മീയ യാത്രയ്ക്കും ഒക്കെ ഒത്തിരി അതുകൊണ്ട് പ്രയോജനം ചെയ്യും. അതുകൊണ്ടാണ് ഈ സമയങ്ങളിൽ കിട്ടുക. ഇനിയുള്ള വർഷങ്ങളിൽ ഞാൻ അങ്ങനെ ശ്രമിക്കാം. കൺവെൻഷൻ സീസണുകളിൽ ഞാൻ ഇവിടെ വരികയും വന്ന് എല്ലാവരുമായിട്ടൊന്ന് കാണുകയും ഒരുപാട് പേർക്ക് കാണണമെന്ന് ഒത്തിരി പേർക്ക് ആഗ്രഹമുണ്ട്. സാറുമായിട്ട് SMS വരാറുണ്ട്, SMS പിന്നെ ഇമെയിലും ഒക്കെ വരാറുണ്ട്. ബുക്കുകൾ വായിച്ചിട്ട് ഇന്ത്യയിലുള്ളപ്പോൾ ഇന്ത്യയുടെ നമ്പറിൽ അവർ വിളിച്ചിട്ട് പറയുന്ന കാര്യം പിന്നെ അവർ സംസാരിക്കാറുണ്ട്. അപ്പോൾ അതിലൊക്കെ ആ കാര്യങ്ങളൊക്കെ ഞാൻ ബോധ്യവാനാണ്. പക്ഷേ സമയത്തിന് വരാൻ പറ്റുന്നില്ല എന്നുള്ളതിൻ്റെ കാരണമായി. 14 ബുക്കുകൾ ഇപ്പോൾ എഴുതി പൂർത്തീകരിച്ചു. തീർച്ചയായിട്ടും 15ാമത്തെ ബുക്കിന്റെ പണിപ്പുരയിലാണ് സാർ. ഞാനിപ്പോൾ പത്തനാപുരത്ത് സാറിന്റെ തറവാട് വീട്ടിലാണ് ഉള്ളത്. ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ കുമ്മനാട് നിന്ന് ഇവിടെ വന്ന് അല്പസമയം സാറുമായിട്ടൊക്കെ ഒന്ന് സംസാരിച്ചിരിക്കാൻ വേണ്ടിയായിരുന്നു. തറവാട്ട് വീട്ടിലാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് അതിൻ്റെ ഫൈനൽ വർക്കുകൾ സാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്ക്രിപ്റ്റ് ബുക്കെല്ലാം തയ്യാറാക്കി അതിൻ്റെ പ്രൂഫ് റീഡിങ് വരെ പൂർത്തീകരിച്ചു. എപ്പോഴത്തേന് ഇറക്കാനാണ്? ഡിസംബറിലേക്ക് ഇറക്കാനുള്ള താല്പര്യമാണ് മനസ്സിൽ. നമ്മുടെ ഒരു പുതിയ ബേർഷേബ പബ്ലിക്കേഷൻ ബ്രദർ സാജൻ പാലാരിവട്ടം, അദ്ദേഹമാണ് സാറിൻ്റെ പുതിയ ബുക്ക് പുതിയതായിട്ട് ഇറക്കുന്നത്. അത് ജനുവരി മാസത്തോടെ അല്ലെ, കൺവെൻഷനോടെ എല്ലാവരുടെയും കൈകളിലെത്തും. അങ്ങനെയുള്ള താല്പര്യത്തിൽ ഡിസംബറിൽ പ്രിന്റ് ഔട്ട് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ അതിന്റെ ഇതിവൃത്തം? അതിന്റെ ഇതിവൃത്തം ദാനിയേൽ നീയോ പൊയ്ക്കൊള്ളുക എന്ന പുസ്തകത്തിന്റെ പേര്, 15ാമത്തെ പുസ്തകത്തിന്റെ പേര് നീയോ പൊയ്ക്കൊള്ളുക. അതിന്റെ ഇതിവൃത്തം ദാനിയേലിന്റെ ജീവചരിത്രം എന്ന് പറയുമ്പം ദാനിയേൽ പ്രവചന വ്യാഖ്യാനമല്ല, അതൊരു വ്യാഖ്യാനമല്ല. എന്നാൽ ദാനിയേൽ പുസ്തകത്തിലെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്തും ദാനിയേലിന്റെ ലൈഫും ദാനിയേലിന്റെ ക്യാരക്ടർ സ്റ്റഡിയും കുറച്ച് ചരിത്രം, കുറച്ച് ബാബേലിന്റെ ചരിത്രം, നെബൂഖദ്നേസർ, കഴിഞ്ഞ കാലങ്ങളിലെ 4 രാജാക്കന്മാര്, ആ വിഷയങ്ങളെല്ലാം കുറച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ പൂർണ്ണമായിട്ടും അതൊരു ദാനിയേൽ പ്രവചന വ്യാഖ്യാനമോ അല്ല. പക്ഷേ it's a book meditation study. അപ്പോൾ തന്നെ മെറ്റീരിയൽ ഉണ്ട്, ചരിത്ര വസ്തുതകളുണ്ട്, പേഴ്സണൽ ഇതുണ്ട്, ഒരുപാട് ദൂതുകളുണ്ട്, ധാരാളം സന്ദേശങ്ങളുണ്ട്, ഒന്നും രണ്ടുമല്ല. ഒരു പ്രതീക്ഷ എന്താ സാറിന് ആ പുതിയ ബുക്കിനെ കുറിച്ച്? നെബോയുടെ ഉയരങ്ങൾ പോലെ, പാരിൽ പരദേശി പോലെ ഒരു ക്ലാസിക്ക് തീർച്ചയായിട്ടും അത്രത്തോളം ഉണ്ട്. കാരണം ആ പുസ്തകം തന്നെയാണ് നീയോ പൊയ്ക്കൊള്ളുക. ഒരു ഫെയർവെല്ലിന് ഒരാളെ പറഞ്ഞയക്കുന്നത്. ആ ഭാഗത്ത് എനിക്ക് പ്രതീക്ഷയുണ്ട്. അതുപോലെ തന്നെ ആ നിലവാരത്തിൽ തന്നെ ഇത് നിൽക്കുമെന്ന് ഞാൻ ശുഭപ്രതീക്ഷയോടെ ഇരിക്കുന്നു. തെറ്റില്ല, സാറിന്റെ തൂലികയല്ലേ. അപ്പൊ ഇനിയും വായനക്കാര് ആണല്ലോ അതിന്റെ അഭിപ്രായം പറയണത്. തീർച്ചയായിട്ടും അങ്ങനെ ഇരിക്കും. തൂലിക കൊണ്ട് മുറിവേൽപ്പിക്കാനും, തൂലിക കൊണ്ട് തലോടാനും, തൂലിക കൊണ്ട് ആശ്വസിപ്പിക്കാനും, തൂലിക കൊണ്ട് എന്താ പറയുക, എഴുത്താണി പോലെ പോറലേൽപ്പിക്കാനും എല്ലാം ദൈവം അനുഗ്രഹിച്ചിരിക്കുന്ന ഒരു എഴുത്തുകാരനാണ് സാറ്. അപ്പോൾ ഈ ബുക്കും ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ, വായനക്കാർക്ക് ഒരു പുതിയ വായന അനുഭവം നൽകട്ടെ എന്ന് ഞാനും അങ്ങയോട് ചേർന്ന് പ്രാർത്ഥിക്കും. സത്യത്തിൽ ചിലരെ, എൻ്റെ സ്നേഹിതന്മാർ ചിലരെ എന്നെ ഇങ്ങനെ കളിയാക്കാൻ വേണ്ടി പറയുന്നുണ്ട്, എൽഷദായി ജൂനിയർ എന്ന്. കാരണം ഒരു ഗുരുസ്ഥാനത്ത് സാറിനെ ഞാൻ കാണുന്നുണ്ട്. എനിക്കങ്ങനെ ഗുരുക്കളൊന്നുമില്ല, എനിക്കങ്ങനെ എൻ്റെ വീട്ടിൽ സാഹിത്യകാരന്മാരില്ല. സാറിന് വീട്ടിൽ പപ്പ എഴുതുമായിരുന്നു, എൻ്റെ വീട്ടിലങ്ങനെ സാഹിത്യകാരന്മാരൊന്നുമില്ല. അത് എനിക്ക് തീർച്ചയായിട്ടും ഉറപ്പുണ്ട്, ഒരു ഗിഫ്റ്റ് കർത്താവ് തന്നത് മാത്രം കൃപയാണ്. അപ്പോൾ പക്ഷെ സാറിൻ്റെ ആ ഒരു റൂട്ട് എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം അപ്പോൾ എൻ്റെ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഈ മോശയെ കുറിച്ചിട്ടുള്ള ആ നെബോയുടെ ഉയരങ്ങളിൽ തന്നെ അതിനകത്ത് ആ മിസ്രൈമിൻ്റെ ചരിത്രം
അവിടുത്തെ വഴിത്താരകൾ, അതൊക്കെ ശരിക്കും നമ്മൾ അവിടെ ചെന്ന് ഈജിപ്തിൽ ചെന്ന് നിന്ന് ചുറ്റും സാറ് പോയിട്ടുണ്ട്? ഞാൻ ഈജിപ്റ്റ് അത് എഴുതി കഴിഞ്ഞാൽ പോയിട്ടുണ്ട്. എഴുതിയതിനു ശേഷം ഞാൻ അപ്പൊ അതിനു മുമ്പ് ഇത് എഴുതാൻ വേണ്ടി എന്ത് സോഴ്സാണ് സാർ ഉപയോഗിക്കുന്നത്? സാധാരണ എന്നെ ഡേക്സിൽ ബൈബിൾ ഒത്തിരി പ്രയോജനപ്പെട്ടു. ഡേക്സിന്റെ ബൈബിളിൽ ഡീറ്റെയിൽസ് ഉണ്ടല്ലേ? ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്. അതുപോലെ തന്നെ ഡേക്സിന്റെ ബൈബിളിൽ ഒത്തിരി ഡീറ്റെയിൽസ് ഉണ്ട് അതിനെക്കുറിച്ച്. ഡേക്സിന്റെ ബൈബിളിൽ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ ഈഡ്മാൻ പബ്ലിക്കേഷൻസിന്റെ 3 ബുക്ക് ഉണ്ടായിരുന്നു. അത് ഞാൻ പേരുകൾ മറന്നുപോയി. അതിൽ ഒത്തിരി ചരിത്രങ്ങൾ, ഹിസ്റ്റോറിക്കലായിട്ട് നമുക്ക് അറിയാൻ വയ്യാത്ത ഒരുപാട് കാര്യം ഈഡ്മാൻ പബ്ലിക്കേഷൻസിൽ ആദ്യത്തെ നമ്മുടെ എക്സോഡസിന്റെ പിന്നെ ബുക്കിൽ ഉള്ള ഒരു നല്ല എലാബറേഷൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഈ ദാനിയേലിനെ കുറിച്ച് എഴുതിയതിനകത്തും ചരിത്രം വരുന്നുണ്ടെന്ന് സോഴ്സ് കൂടുതൽ ഇന്റർനെറ്റ് എടുത്ത് ChatGPT അങ്ങനെയുള്ള ഗൂഗിൾ അല്ല, ജസ്റ്റ് ഗോ ടു HTTP ടിപ്പിയിൽ പോയിട്ട് നമ്മൾ അതിനകത്ത് Britannica.com ഒത്തിരി പ്രയോജനം എനിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന് അധികം ഇത് വിക്കിപീഡിയ ഞാൻ അധികം എടുത്തിട്ട്, വ്യക്തിപരമായി എഴുതുന്ന ആൾക്കാരല്ലേ, വിക്കിപീഡിയ ഞാൻ അധികം ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ Britannica.com, ജോസിഫസിന്റെ വർക്ക് ഓഫ് ജോസിഫസ്, ആന്റിക്വിറ്റീസ് ഓഫ് ജോസിഫസ്, അതൊക്കെ എനിക്ക് പലയിടത്തും പ്രയോജനം ചെയ്തിട്ടുണ്ട്. കൂടുതലും അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ ഞാൻ നമ്മുടെ വെബ്സൈറ്റിൽ പോയിട്ട് ജസ്റ്റ് ചെയ്തു. അതൊക്കെ ചില ചരിത്രപരമായ കാര്യങ്ങൾ. ഇപ്പം പ്രത്യേകിച്ച് ഹാങ്ങിങ് കാർഡ് ഇതിനകത്തുണ്ട്. ബാബിലോണിലെ തൂങ്ങുന്ന അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഉദ്യാനം എന്നുള്ളത് എൻ്റെ ചെറുപ്പത്തിലെ ചിന്ത, ഇന്നുവരെ ഉള്ളത് ചിന്ത എങ്ങനെയായിരുന്നു, ഇത് അന്തരീക്ഷത്തിൽ തൂങ്ങിക്കിടക്കാന്നുള്ളത്. അങ്ങനെയല്ല അതിന്റെ വാസ്തവം. അങ്ങനെ തൂങ്ങാൻ പറ്റത്തില്ല. അതിന്റെ വാസ്തവം എന്ന് പറയുന്നത് തട്ടുതട്ടായിട്ട് പണിഞ്ഞിരിക്കുക. തട്ടുതട്ടായിട്ട് പണിഞ്ഞിട്ടിട്ട് ദൂരെ നിന്ന് ഒരാൾക്ക് നോക്കുമ്പോൾ ഇത് അന്തരീക്ഷത്തിൽ നിൽക്കുന്നതായിട്ട് തോന്നും, എങ്ങും തൊടാതെ. അതൊരു മായാവിദ്യ പോലെ അവരുടെ അന്നത്തെ ആർക്കിടെക്ചറൽ വടിക്കോളുടെ പിന്നെ സ്ട്രെങ്ത് അത് കാണിക്കുന്നത്. സാറേ, അത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ എൻ്റെ മനസ്സിൽ നാളുകളായിട്ടുള്ള ഞങ്ങൾ സംസാരിക്കാറുണ്ട്. ഈ പഴയ പുരാതന കാല നിർമ്മിതികൾ, ബാബിലോണിലെ ഈ സാറ് പറഞ്ഞ ഹാങ്ങിങ് ഗാർഡൻ, ഈജിപ്തിലെ പിരമിഡ്, അതുപോലെ തന്നെ ഭാരതത്തില് താജ്മഹൽ, താജ്മഹൽ ഇന്നും പണിയാം, ഈസിയാണ്. പക്ഷെ അജന്ത എല്ലോറ ഗുഹ എന്ന് പറയുന്നത് ഒരു ഒറ്റ പാറയുടെ മുകളിൽ നിന്നൊരു ക്ഷേത്രം കൊത്തി ഇറങ്ങിയിരിക്കുക താഴേക്ക്. ഇന്നത്തെ ലേസർ ടെക്നോളജി ഉപയോഗിച്ച് പോലും അങ്ങനെ ഒരു നിർമ്മാണം പറ്റില്ല. അപ്പം അത് ഏത് സോഴ്സസ് ഒക്കെ ഇവര് നമുക്കൊന്നും ഞാൻ ഈജിപ്റ്റ് കെയ്റോ ഞാൻ ഇത് പിന്നെ പിരമിഡ് പോയി കണ്ടിട്ടുണ്ട്, സന്ദർശിച്ചിട്ടുണ്ട്. 2010 ഞാൻ പോയത്. പിരമിഡില് ഒരു കല്ല് 500 ടണ്ണ്, 500 ടൺ, 1 സ്റ്റോൺ. ഇതെങ്ങനെ ഉയർത്തി, ഇതെങ്ങനെ അത് അവർ അന്ന് ഹൈഡ്രോളിക് സിസ്റ്റം ഇല്ലായിരുന്ന കാലത്ത് എങ്ങനെ അത് ചെയ്തു എന്നുള്ളതാണ്. അത് തന്നെയല്ല, ഇതിനകത്ത് കയറിയ വേറെ പ്രത്യേകത, എവിടെ നിന്നോ സൂര്യപ്രകാശം വരും, നമുക്കറിയില്ല എവിടുന്ന വരുന്നത്. മാനുഷികമല്ലാത്ത ടെക്നോളജി എന്തെങ്കിലും അവർ വിശ്വസിക്കുന്നറിയാം. ഈജിപ്ഷ്യൻസ് വിശ്വസിക്കുന്ന ഒരു ഗ്രൂപ്പ് ജിന്നുകളെന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്, മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു. ജിന്നുകളുടെ ഗ്രൂപ്പ് വന്ന് പണിഞ്ഞെന്ന് അവർ വിശ്വസിക്കുന്നത്. ഏതോ അവരിന്നും വിശ്വസിക്കുന്നുണ്ട്. This is not by humans only. UFO-യില് മറ്റേതോ ഗ്രഹത്തിൽ നിന്ന് ഗ്രഹജീവികൾ വന്ന്, അവർ ജിന്നെന്നാ പറയുന്നത്, ജിന്നുകൾ വന്ന് യെരുശലേം പണിഞ്ഞ് ജിന്ന് പണിഞ്ഞെന്ന് അവർ വിശ്വസിക്കുന്നത്. അവരുടെ വിശ്വാസമൊക്കെ എന്ന് പറഞ്ഞാൽ ഹെരോദാവ് പണിതായിട്ട് ചരിത്രത്തിലാണ്. അല്ല, ഉണ്ട്. സോളമന്റെ കാലത്ത് സോളമനെ സഹായിക്കാൻ തക്ക 50,000 ജിന്ന് പാതാളത്തിൽ നിന്ന് വന്നെന്ന് അവർ വിശ്വസിക്കുന്നു. അവർ വിശ്വസിക്കുന്നു. അത് ചുമ്മാ അവര് ഈ ദൈവിക പ്രവർത്തനം പറഞ്ഞത് വിശ്വസിക്കുന്നു പറഞ്ഞാൽ അവരുടെ എന്തോ സൂപ്പർ നാച്ചുറൽ ആയിട്ട് അല്ലേ ഉണ്ട്, പല കാര്യങ്ങളുണ്ട്. പക്ഷേ പിരമിഡ് ഒരു സൂപ്പർ നാച്ചുറലായിട്ടോ ആണല്ലേ. ഞാനത് പോയിട്ടില്ല. പിരമിഡ് ഒരു സൂപ്പർ നാച്ചുറൽ, അത് നമ്മൾ വിശ്വസിക്കരുത്. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര. അതുപോലെ സാറേ, മധുര മീനാക്ഷി എന്ന് പറയുന്ന ഒരു ക്ഷേത്രം, 1000 പടം കണ്ടിട്ടുണ്ട്, ഞാൻ പോയിട്ടുണ്ട്. അവിടെ 1000 കല്ല് മണ്ഡപം, 1000 കല്ല് ഉയർത്തിയിരിക്കുക. ഇന്നത്തെ വിദേശ രാജ്യത്തുള്ള ഏറ്റവും വലിയ ക്രെയിൻ കൊണ്ടുവന്നാൽ പോലും
ആ 1000 കല്ല് മേളിൽ കയറ്റാൻ പറ്റില്ല. അത് 7 കല്ലുകളുണ്ട്. 7 കല്ല് 7 സ്വരങ്ങൾ പുറപ്പെടുവിക്കും. അത് തട്ടിയാൽ അത് സപ്തസ്വരങ്ങളാണ്. അപ്പോൾ അതൊക്കെ നമ്മളിത് സംസാരിച്ച് വന്ന കൂട്ടത്തിലൊന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു. ഈ ഹാങ്ങിങ് ഗാർഡനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് അപ്പം അങ്ങനെ അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് മനസ്സിലാക്കുവാൻ തക്കണം. ഞാനിപ്പോൾ അറിയണം. അപ്പോൾ അന്തരീക്ഷത്തിൽ തൂങ്ങുന്ന ഉദ്യാനം എന്നൊക്കെ ഞാൻ പഠിച്ചു. അതെ 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 അതെ. ഞാൻ വിചാരിച്ചു അതെങ്ങനെ അന്തരീക്ഷത്തിൽ തൂങ്ങുന്ന അന്നത്തെ കാലത്ത്. പക്ഷെ ഞാനത് പഠിച്ചു കഴിയുമ്പം ഗൂഗിൾ ചെയ്ത് നോക്കി, പിന്നെ ബ്രൗസ് ചെയ്തു നോക്കിയപ്പം വെൻ ടു britannica.com പ്ലസ് അതുപോലുള്ള വെബ്സൈറ്റുകളിൽ ആധികാരികമായ പഴയകാല ചരിത്രകാരന്മാർ എഴുതിയതായ വിശ്വസനീയമായ കാര്യങ്ങൾ ഞാൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പല ചരിത്രകാരന്മാരുടെ പേരും ഞാൻ അതിനകത്ത് കൊടുത്തു. എല്ലാം അതിനകത്തുണ്ട് അല്ലേ? അപ്പോൾ അതൊരു പഠിതാക്കൾക്ക് ഒരു മുതൽക്കൂട്ടായിരിക്കും. ദാനിയേലിന്റെ ചരിത്രം, ബാബേല് അധ്വാനം, അതുപോലെ ഇഷ്ടാർ ഗേറ്റ് എന്ന് പറയും. ഇഷ്ടാർ ഗേറ്റ് അവിടെ വലിയ ഫേമസ് ഗേറ്റാണ്. ബാബിലോണിന്റെ വാതുക്കളുള്ളതായ ഗേറ്റ്. അത് പ്രധാന ഉത്സവ നാളുകളിൽ മാത്രമേ തുറക്കത്തുള്ളൂ. അതുപോലെ രാജാവിന് എഴുന്നള്ളാനും വിശിഷ്ടാതികൾ വരുമ്പോൾ മാത്രം തുറക്കുന്ന ഗേറ്റാണ്. അത് യൂഫ്രട്ടീസ് നദിയിലേക്കാണ് തോന്നുന്നത്. അതിന്റെ അതാണോ? അത് അതല്ല. പക്ഷേ ഈ ഗേറ്റ് പ്രധാന കവാടം അവിടുന്ന് രാജകീയ എഴുന്നള്ളത്ത് നടക്കും. പക്ഷെ പിന്നെ ഇഷ്ടാറുള്ള ദേവിയുടെ പേരിലത് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അത്ഭുതം, അന്നത്തെ കാലത്ത് അത്ഭുതങ്ങളിലുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഇങ്ങനെ. പുതുതലമുറയിലെ എഴുത്തുകാരുടെ എന്തെങ്കിലും ബുക്കുകൾ വല്ലതും സാർ വായിക്കാറുണ്ടോ? അങ്ങനെ അവിടെ അവൈലബിൾ അല്ലായിരിക്കും അല്ലേ? ഈ കാലങ്ങളിൽ എന്നെ സ്വാധീനിച്ച എഴുത്തെന്ന് പറയുന്നത് നമ്മുടെ ഫാദർ ബോബി കട്ടിക്കാടുണ്ട്. ബോബി കട്ടിക്കാട് അച്ഛൻ്റെ പുസ്തകങ്ങൾ എന്നെ വളരെ സ്വാധീനിച്ചിട്ടുണ്ട്. വളരെ നല്ല ബുക്കുകൾ. പിന്നെ എല്ലാ പുതിയ എഴുത്തുകാരും നന്നായിട്ട് എഴുതുന്നവരുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റും. പക്ഷെ ഒരാളുടെ പേര് മാത്രം എല്ലാവരും ചെയ്യാറുണ്ട്. നല്ല എഴുത്തുകാരുണ്ട്, പലരുണ്ട് നന്നായിട്ട് എഴുതുന്നുണ്ട്. പക്ഷേ പേര് ഞാനിപ്പം ജോൺസന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ജോൺസൺ ഇന്റർവ്യൂ ചെയ്യുന്ന പോലെ അതുകൊണ്ടല്ല. സോ there are names, there are people which I like. പിന്നെ ഇന്നുള്ള നമുക്കുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് സാറിൻ്റെ ഒക്കെ കാലഘട്ടത്തിലുള്ളത് പോലെ അല്ല. അപ്പം സാറിന് ഇപ്പോൾ ഒരു സൃഷ്ടി മനസ്സിലുണ്ടെങ്കിൽ അത് ഇരുന്ന് എഴുതി, അത് പിന്നെ DTP ചെയ്യാൻ കൊടുത്ത്, അത് പ്രൂഫ് റീഡിങ് ചെയ്ത് ഏതൊരു പബ്ലിഷേഷനെ കണ്ടെത്തി അവരുടെ കാല് പിടിച്ച് അവരത് പുറത്തിറക്കിയെങ്കിൽ മാത്രമേ വെളിച്ചം കാണൂ. ഇന്നിപ്പോൾ അങ്ങനല്ല. ഇന്നിപ്പോൾ സത്യത്തിൽ ഞാൻ ഈ കഴിഞ്ഞ ദിവസം കുറേ ലേഖനങ്ങൾ ചെയ്തത് മൊബൈലിൽ ഒരു ആപ്ലിക്കേഷനുണ്ട്, അതങ്ങോട്ട് ഓൺ ചെയ്ത് വെച്ചിട്ട് വായിച്ചു കൊടുത്താൽ മതി. അപ്പോഴേ DTP വന്നു കഴിഞ്ഞു. അപ്പം അത്രയും അഡ്വാൻസ്. പിന്നെ എഡിറ്റിംഗ് ഇല്ല. മക്കൾ അങ്ങനെ അപ്പൊ ഇന്ന് സോഷ്യൽ മീഡിയ ആ തരത്തിൽ. പക്ഷെ നമ്മുടെ ആൾക്കാർ അത് പ്രയോജനപ്പെടുത്തുന്നില്ല. സാറ് സോഷ്യൽ മീഡിയയിൽ സാധാരണ എഴുതാറുണ്ട്. പക്ഷെ ഞാൻ അഡ്വാൻസ്ഡ് അല്ലെന്ന് മാത്രമേ ഉള്ളൂ. ഓൾഡ് സ്കൂൾ ആയതുകൊണ്ട് അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ അത് തന്നെയല്ല, ഐ വാണ്ട് ടു ഡു ദാറ്റ്. പക്ഷേ അതിന് വേണ്ടിയിട്ട് ഇരുന്ന് സമയം ചെലവഴിക്കാനും പിന്നെ അതിനു വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് അത് പഠിക്കാനുള്ളതായ ഒരു മാനസിക അവസ്ഥ ആയില്ല ഇതുവരെ. അപ്പോൾ ആ ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ. അതുകൊണ്ട് ഇപ്പോൾ ചെയ്യണം എന്ന് താല്പര്യമുണ്ട്. നിങ്ങളൊക്കെ ചെയ്യുന്ന പോലെ മോഡേൺ അഡ്വാൻസ്ഡുള്ള കാര്യങ്ങൾ റിയലി ആ ടെക്നോളജി ഉപയോഗിച്ച് നമ്മുടെ സമയം ലഘൂകരിച്ച് സമയം ലാഭിച്ച് കാര്യങ്ങൾ അഡ്വാൻസ് ആയിട്ട് ചെയ്യണം എന്നുള്ള താല്പര്യമുണ്ട്. ഇപ്പോൾ ശരിക്കും അതിനകത്തുള്ള നമ്മുടെ ഒരു വെല്ലുവിളി എന്നാണെന്നറിയാം സാറേ, ഞാൻ മനസ്സിലാക്കിയത്. ഞാനിപ്പോൾ ഒരു 2020 തൊട്ടാണ് ഞാൻ ഈ മേഖലയിൽ ഫേസ്ബുക്കിൽ സജീവമായത്. കുറച്ച് വായനക്കാരുണ്ട്. അപ്പോൾ ജോർജ് മാത്യു പുതുപ്പള്ളി അച്ഛൻ എന്നോട് ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, ഈ ജോൺസൻ്റെ ക്യാപ്സൂൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഈ ഒറ്റ സ്ക്രോളിങ്ങിന് ഇല്ല, ഒരു 2 സ്ക്രോളിങ്ങിന് മുകളിലേക്ക് വിട്ടരുത്, ആരും വായിക്കത്തില്ല. അതാ ഇതിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. അപ്പോൾ ഫേസ്ബുക്ക് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു, ഒരു സ്ക്രോളിങ്ങിൽ ഒരു പേജ് ഉണ്ടല്ലോ, മൊബൈലിൻ്റെ ഒരു പേജ്, ആ പേജിലുള്ള വായിക്കും. അടുത്ത ഒന്നുകൂടെ സ്ക്രോൾ ചെയ്യും, തീരുവോന്ന് നോക്കും. താഴോട്ട് കണ്ടിന്യൂ ആയിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നേരെ ഒരൊറ്റ കറക്കിന് തോണ്ടി മേളിലോട്ട് വിടും. വായിക്കാൻ പറ്റുന്നില്ല. ഞാനത് മനസ്സിലാക്കിയത് കൊണ്ട് ഞാൻ ഇടിച്ചു കൂട്ടി ക്യാപ്സൂളാക്കി ഒരു 2 സ്ക്രോളിംഗ്. അതെ, അത് കുറെ നാളുകൊണ്ട് കിട്ടിയത്. അതെ അവർക്ക് ക്ഷമയില്ല ഇന്നത്തെ കാലത്ത്. അതാണ് ക്ഷമയില്ല, സമയമില്ല. സമയമുണ്ട്, സമയം ഇല്ലാന്ന് അങ്ങ് വരുത്തി തീർക്കുക. അല്ലെ അതുപോലെ എന്തെങ്കിലും പിന്നെ ഇമ്പാക്റ്റ് ചെയ്യുന്നതായ അഥവാ അതുപോലെ വലിയ ന്യൂസ് ഉള്ളതായ കാര്യങ്ങളാണെങ്കിൽ അവർ ചെയ്യും. അവർ ഇരുന്ന് വായിക്കുകയൊക്കെ ചെയ്യും. ഇപ്പോൾ ഒരു കൊലപാതകം, കുറ്റാന്വേഷണ കഥ, അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും നിലയിലുള്ളതായ ഇന്നത്തെ നടക്കുന്നതായ കണ്ടംപററി ഒരു വലിയ ഡിബേറ്റ് സബ്ജക്റ്റ്, അതൊക്കെ വായിക്കാതിരിക്കത്തില്ല. അതൊക്കെ എത്രയാണെങ്കിലും നാളെ എന്ത് സംഭവിക്കുന്നത് അറിയാനുള്ളതായ കൗതുകം. അതെ.
അപ്പോൾ ഗോവിന്ദ സ്വാമിയെ കുറിച്ച് 50 പേര് എഴുതിയാൽ ആൾക്കാർ വായിക്കും. അതിനിപ്പം നമ്മുടെ ഇടയിൽ ഇപ്പം യൂട്യൂബ് സജീവമാണല്ലോ. ഇപ്പം യൂട്യൂബിൽ നല്ലൊരു സുവിശേഷം പ്രസംഗിച്ചിട്ട് ആരും ഷെയർ ചെയ്യത്തില്ല, ആരും കേൾക്കത്തുമില്ല. എന്നാൽ ആരെക്കുറിച്ചായാലും നെഗറ്റീവായിട്ടുള്ളൊരു സാധനമാണ്, അതിന് ഭയങ്കര ഷെയറിങ് ആണ്. അതുകൊണ്ട് യൂട്യൂബേഴ്സ് എന്ത് ചെയ്യുന്നു, അവർ അത്തരത്തിൽ ആൾക്കാർ താല്പര്യമുള്ള വിഷയങ്ങളാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് ആത്മീയമായിട്ടുള്ള ഒരു ഒരു പ്രോത്സാഹനം ലഭിക്കത്തക്ക നിലയിലുള്ളതിനേക്കാൾ കൂടുതൽ ആൾക്കാർക്ക് താല്പര്യം അവരുടെ ഭൗതിക കാര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു വെല്ലുവിളി ആ മേഖലയിലുണ്ട്. വായനക്കാരെ കാര്യത്തിൽ കുറവായെന്നുള്ളത് കൊണ്ടാണ് അവർക്കൊക്കെ they need more interested things. അതുകൊണ്ട് പിന്നെ നമ്മുടെ മറ്റ് സാറ് വേറെ എന്തെങ്കിലും പത്രങ്ങളുടെ ഞാൻ ശാലോം ധ്വനി എന്നും പറഞ്ഞൊരു പത്രം ബാംഗ്ലൂരിൽ ഇറക്കുന്നുണ്ട്, അതിൻ്റെ ചീഫ് എഡിറ്ററാണ്. പിന്നെ അതുപോലെ തന്നെ ഐ എം എ കൗൺസിലർ, അത്യാവശ്യമുള്ളവർക്ക് കൗൺസിലിംഗ് ഉണ്ട്. എൻ്റെ പിന്നെ അക്കാഡമിക് എൻ്റെ ഈ ബിബ്ലിക്കൽ ഇതെന്ന് പറയുന്ന മാസ്റ്റർ ഓഫ് ഡിവിനിറ്റി ഫ്രം സൗത്ത് ഏഷ്യൻ ബൈബിൾ കോളേജ് ഇൻ ബാംഗ്ലൂർ 2021 ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം പിന്നെ കൗൺസിലിംഗ് അത്യാവശ്യമുള്ളവർക്ക് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ കൗൺസിലറായിട്ട് ഞാൻ ഡെപ്യൂട്ടഡ് അല്ല, ഐ എം നോട്ട് അസൈൻ ഫോർ ദാറ്റ്, ബട്ട് ഐ മേ ഡു ദാറ്റ്. ഫാമിലി ഇപ്പം മക്കള് രണ്ട് പെൺമക്കളെ കൊച്ചുമക്കളെ കുറിച്ച് ഒരു വാക്ക്. എനിക്ക് മൂത്ത മോളുടെ പേര് ബെറ്റ്സി, ഇളയ മോളുടെ പേര് ബ്ലസ്സി. മൂത്ത മോളുടെ ഹസ്ബൻഡിൻ്റെ പേര് ടോബിൻ, ബ്ലസ്സിയുടെ ഇളയ മോളുടെ ഹസ്ബൻഡിൻ്റെ പേര് ടോണി. അവർ അമേരിക്കയിൽ സെറ്റിൽഡ്, സ്ഥിരതാമസമാണ്. മൂത്ത മോൾക്ക് 2 മക്കൾ, ഇളയ മോൾക്ക് 3 മക്കൾ, 5 പിന്നെ കൊച്ചുമക്കൾ എനിക്കുണ്ട്. അവർ ഹാപ്പി ആയിരിക്കുന്നു. സ്പിരിച്വലി ദേ ആർ റിയലി ഗുഡ്. ദൈവിക ഇളയ മോള് ഒരു കൊയർ ലീഡറാണ്. ഒരു കാലത്ത് അവൾ സ്റ്റേറ്റ് സിംഗറായിരുന്നു, ന്യൂജേഴ്സി സ്റ്റേറ്റ് സിംഗറായിരുന്നു. അതുപോലെ പ്രയോജനപ്പെട്ടുകൊണ്ടായിരുന്നു. ഇപ്പോഴും അവിടെ 4 ചർച്ചിൽ മാറി അവർ കൊയർ ലീഡ് ചെയ്യുന്നു. ഇളയ മോള് ഇപ്പം ടെക്സസിലോട്ട് മാറി സെറ്റിലായിരിക്കുന്നു. മൂത്ത മോള് ഷീസ് ഓൾസോ ഇൻവോൾവ് ഇൻ ബോർഡ് ഓഫ് ട്രസ്റ്റീസ്, അങ്ങനെ ഫൈനാൻഷ്യൽ ഒരു ബാങ്കിൻ്റെ വൈസ് പ്രസിഡൻ്റ്. സോ ഷീസ് ഗോയിങ് ഇൻ ദാറ്റ് വേ. ചർച്ചിൻ്റെ എല്ലാ കാര്യങ്ങളും അങ്ങനെ ഇടപെടുന്നുണ്ട്. കേരളത്തിലെ ഇന്നത്തെ ആത്മീക നിലവാരത്തെക്കുറിച്ച് എന്തെങ്കിലും സാറിന് പറയാനുണ്ടോ? ഈ നിലവാരത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച ചർച്ചിലൊരു മെസ്സേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ രൂത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-ാം അധ്യായമാണ്. രൂത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം തുടങ്ങുന്നത് ബേത്ലഹേമിലൊരു ക്ഷാമം ഉണ്ടായെന്നുള്ളത്. അധ്യായം അവസാനിക്കുന്നത് അറിയാം, യവക്കൊയ്ത്ത് കാലത്തിൻ്റെ ആരംഭത്തിൽ അവർ ബേത്ലഹേമിൽ എത്തിയത്. അപ്പം ക്ഷാമം ഉണ്ടായെന്ന് ആദ്യത്തെ അധ്യായത്തിൽ തുടങ്ങിയെങ്കിലും അധ്യായം അവസാനിക്കുമ്പോൾ പറയുന്നത് ഒരു കൊയ്ത്തിനോടുകൂടി അവസാനിക്കുന്നത്. നമുക്കിനി അങ്ങനെ ഒരു കൊയ്ത്തുണ്ടോ? ഒരു ദൈവസഭയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും ഉണ്ട്, ഒരിക്കലും അത് പോകില്ല. ദൈവസഭയാണെങ്കിൽ ആർക്കും തകർക്കാൻ കഴിയത്തില്ല. ഇതെല്ലാ കാലത്തും ഈ രാഷ്ട്രീയം, പാനല്, പ്രശ്നങ്ങൾ, കേസ്, കോടതി, അതുകൊണ്ട് മനുഷ്യനായത് അല്ല. 1930s ഉണ്ടായിരുന്നു. തുടങ്ങിയ കാലം മുതൽ നമ്മൾ വിചാരിക്കും ഇന്ന് തുടങ്ങിയൊന്നുമല്ല. പ്രസ്ഥാനങ്ങൾ തുടങ്ങിയ കാലം മുതലേ 90 നിങ്ങൾ സഭാചരിത്രം വായിച്ചാൽ അറിയാം. 1930, 35, 40 കാലയളവിൽ നമുക്ക് കേസുകളുണ്ടായിരുന്നു. നമുക്ക് അന്ന് കോർട്ടിൽ കേസസ് ഉണ്ടായിരുന്നു. അതിനെ ആ വഴിക്ക് അങ്ങ് വിടുക, നമ്മൾ അതിനകത്ത്. അപ്പം അത് ഉണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ ദൈവദാസന്മാർ കുറച്ചുകൂടെ ആത്മീയരായിരുന്നു, അവർ ഐക്യമുള്ളവരായിരുന്നു. പ്രശ്നങ്ങൾ പറഞ്ഞു പരിഹരിക്കാനും ഒരുപാട് കാര്യങ്ങളിൽ അത് ഐക്യമത്യം വിട്ട് പോകാൻ. ഇന്ന് അതിൽ നിന്ന് വ്യത്യാസം. ഇപ്പോൾ ഒരു സങ്കടം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമൂഹ മാധ്യമങ്ങൾ ഇത്രയും സ്ട്രോങ് ആയതുകൊണ്ട് മറ്റു നമ്മുടെ ആഭ്യന്തര കാര്യങ്ങൾ ആഭ്യന്തരമായിട്ട് തന്നെ ഒതുങ്ങിപ്പോകുമായിരുന്നു. പണ്ടല്ല, ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എക്സ്പോസ്ഡ് ആയ ഒത്തിരി കാര്യങ്ങൾ. അതുകൊണ്ട് അതിൻ്റെതായ പ്രശ്നങ്ങൾ നമുക്കുണ്ട്. അതേ ഉള്ളൂ, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് ദൈവസഭയെന്ന് പറയുന്ന ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇന്നല്ലെങ്കിൽ നാളെ അതിൻ്റെ മേലെ ന്യായം വിധിക്കേണ്ടവർ ന്യായം വിധിക്കും. പിന്നെ കൊയ്ത്ത് പിന്നെയുണ്ട്. എഴുത്തിൻ്റെ പുസ്തകത്തിൽ കൊയ്ത്ത് 4 ബേത്ലഹേമിൽ കൊയ്ത്ത് 4 ഉള്ളത്. ഒന്ന് കൊയ്ത്ത്, യവക്കൊയ്ത്ത്, ഗോതമ്പ് കൊയ്ത്ത്, മുന്തിരി,
അത് കഴിയുന്ന ഒലിവും അതെ, അതെ. ഒലിവ് കത്തി. അപ്പം ദൈവസഭയിൽ ഇത് ഉണ്ടാവും. ഇറ്റ് വിൽ ബി ദേർ. പിന്നെ എല്ലാ ഉണർവുകൾക്കും 100 വർഷത്തെ ടൈം ഫാക്ടർ ഈസ് ദേർ. ഏത് കാര്യത്തിനും ഒരു സമയം. പിന്നെ ഒരു ഉത്ഥാനം വരണം, ഒരു റിനോവേഷൻ, ഒരു റിനയൻസ് വരേണ്ട അത്യാവശ്യമാണ്. അത് വരും. ദർ ഈസ് ദൈവം അത് എല്ലാ കാര്യത്തിനും ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഈ സഭ എന്നേ പോയനല്ലോ. അതെ അതെ അതെ. എത്രയോ 10. ഞാൻ സാധാരണ പറയാറുണ്ട് സാറേ, എന്തെല്ലാം സംഭവിച്ചാലും കർത്താവിന്റെ സഭയ്ക്കോ ദൈവനാമത്തിന്റെ മഹത്വത്തിനോ ഒരു കോട്ടം ഉണ്ടാകത്തില്ല. ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഈ പെന്തക്കോസ്തിന് ഒരു വ്യത്യാസം മുഖച്ഛായ മാറത്തക്കണം ദൈവം ഏതെങ്കിലും നിലയിൽ പ്രവർത്തിക്കും. അതെ. അല്ല, ചിലർ പറയാറുണ്ട് സാറേ, ദൈവനാമത്തിന്റെ മഹത്വത്തിന് കോട്ടം വരുമെന്ന്. അങ്ങനൊന്നും വരത്തില്ലല്ലോ. ആരെന്നാ ചെയ്താലും ദൈവത്തിന്റെ നാമം എപ്പോഴും ഉയർന്നു തന്നെ. ഗോഡ് വിൽ വർക്ക് ഔട്ട്. അത്രേ ഉള്ളൂ. സഭ എടുക്കപ്പെടുന്നിടത്തോളം, ചേർക്കപ്പെടുന്നിടത്തോളം ഇറ്റ് വിൽ വർക്ക് ഔട്ട്. പക്ഷേ അതിനകത്ത് ഒത്തിരി വ്യത്യാസങ്ങൾ കാണും. എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിനും എന്നേക്കും രാജാവാകേണ്ടതിനും ഒക്കെ ഇസ്രായേൽ സ്ഥാപിച്ചത്. അവർക്കെന്ത് പറ്റി? ഇവിടെ ഓടി, ഇവിടെയൊക്കെ പോയി പരദേശികളായിട്ട്, അവർ പ്രവാസികളായിട്ട് പട്ടികളെ ഓടിക്കുന്ന പോലെ അല്ലയോ ആ പാവങ്ങൾ ഓടിക്ക് പോയത്. പക്ഷെ പിന്നെ അവർ കൂടി വന്നില്ലേ? ഇറ്റ് ഈസ് ദെയർ. നമുക്ക് നമ്മൾ സംഭവിക്കില്ലെന്നുള്ളതല്ല കേട്ടോ, നമുക്കത് സംഭവിക്കും. സ്തോത്രം. അപ്പോൾ അത് ആ ഒരു കാലം കഴിയുമ്പോൾ പിന്നെ ഇതിനെക്കുറിച്ച് ഞാനിപ്പോൾ ദാനിയേലിനെ കുറിച്ച് ഒരു ചിന്തയിൽ എഴുതിയിട്ടുണ്ട്. സ്തോത്രം. ദൈവസഭ എല്ലാ കാലത്തും, സ്തോത്രം, ദൈവസഭയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാകുന്ന ഉടനെയാണ് കർത്താവ് ഇടപെടുന്നതായിട്ട് നമ്മൾ കാണാൻ പറ്റും. ഇതിനകത്ത് ഇടപെടും എല്ലാ കാലത്തും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ലെറ്റ് us pray for it, let us wait for it. നമുക്കത് അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കാം. ദൈവം ഇതിൻ്റെ പ്രവർത്തനം ചെയ്യട്ടെ. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഹൃദയാക്ഷരങ്ങൾ എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിൽ അല്പസമയം തിരക്കുകളുടെ നടുവിൽ സാറ് ഇങ്ങനെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി, എനിക്ക് വേണ്ടി മാറ്റിവെച്ചു. ഒത്തിരി സന്തോഷമുണ്ട്. അങ്ങയുടെ തൂലിക ഇനിയും അനേക ശക്തിമത്തായ സൃഷ്ടികൾക്ക് കാരണമായി തീരട്ടെ. മൂല്യച്യുതി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആത്മമണ്ഡലത്തിൽ നവീകരണത്തിനും ഗുണീകരണത്തിനും തിരുത്തലുകൾക്കും തിരിച്ചുവരവുകൾക്കും മടങ്ങിവരവുകൾക്കും ഏറ്റുപറച്ചിലുകൾക്കും അപ്പോൾ തന്നെ ദൈവിക വാഗ്ദത്തങ്ങളിൽ പ്രത്യാശ ഉറപ്പിക്കുന്നതിനും ആ കരങ്ങൾ ചലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒറ്റയ്ക്കായി പോയെന്നോർത്ത് സാർ ഒരിക്കലും സങ്കടപ്പെടരുത്. ഒരു വലിയ വായനക്കാർ, സാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ സാറിൻ്റെ പിന്നിലുണ്ട്. സർവശക്തൻ ആ കരങ്ങളെ ബലപ്പെടുത്തട്ടെ. അപ്പോൾ എല്ലാവർക്കും വളരെ നന്ദി പറയുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം, നന്ദി. പ്രത്യേകിച്ച് പ്രിയ ജോൺസൺ കുമ്പനാടിന് വന്ന് അദ്ദേഹം എന്നോട് സമയം ചോദിച്ചു. ദൂരെ നിന്ന് വന്ന് എൻ്റെ ഭവനത്തിൽ വന്ന് എനിക്ക് ഇൻ്റർവ്യൂ തന്നു. വളരെ നന്നായി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുവാനും അത് ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ തക്കണം ദേവദാസനെ ദൈവം ഉപയോഗിച്ചതിൽ എനിക്ക് നന്ദിയുണ്ട്. എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാം ദൈവം കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥനയിൽ നമുക്ക് ഒരുമിക്കാം. മാറാനാഥ. താങ്ക് യു. ഓക്കെ, പ്രിയമുള്ളവരെ, മറ്റ് ഒരു അനുഗ്രഹിക്കപ്പെട്ട എഴുത്തുകാരനുമായി നമുക്ക് വീണ്ടും സന്ധിക്കുന്നവരെ ഇപ്പോൾ എല്ലാവർക്കും വന്ദനം ചൊല്ലുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ്.